ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. മൈ വേ ബൈ കല്യാണിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഏകദേശം ഒരു 40 മിനിറ്റോളം ലെങ്ത് ഉള്ള ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ കുറച്ച് ക്ലാരിറ്റിയിലെ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നിട്ടും ചില ആളുകളുടെ കമന്റുകൾ ഞാൻ കണ്ടു. എന്തിനാണ് മൈ വേ ബൈ കല്യാണിനെ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവരെന്താണ് ചെയ്തത്? അവരെങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കുക? അതിന് വേറെ എന്തെങ്കിലുമൊക്കെ കാരണം കാണത്തില്ലേ? ഇങ്ങനെയൊക്കെ കുറച്ച് കമന്റ്സ് കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അവർക്ക് കാരണം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയണ്ടേ? നമ്മൾ മഷി ഇട്ട് നോക്കി കണ്ടുപിടിക്കണോ? ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം നീളം കൂടിയ വീഡിയോ ഇടുന്നു പറഞ്ഞിട്ട് ആ നീളം കൂടിയ വീഡിയോക്കകത്ത് എവിടെ അതിനകത്ത് ഈ മനസ്സിലാക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് ചോദിച്ചിരുന്നു. ഇവര് മറ്റേ ആ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റോ ജിപേ ഇവർക്ക് പേയ്മെന്റ് ചെയ്തേക്കുന്ന ഏതാണോ അതും അവർ കൊടുത്തേക്കുന്ന ബില്ലിന്റെ ഇതും കൂടെ വെച്ച് കമ്പാരിസൺ വെച്ച് കാണിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവരുടെ ഭാഗത്ത് ന്യായമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ. ഇല്ലേ? ഒരു ബില്ലിന്റെ പേരിൽ അവിടെ കിടന്ന് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അതിനകത്ത് മറ്റു ചില കാര്യങ്ങളുണ്ട്. അതിലോട്ട് നമുക്ക് വരാം. ഓക്കെ, ആൻഡ് ഇനി മൈ വേ ബൈ കല്യാണി അവർ ഡെയിലി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുന്നു പറഞ്ഞിട്ട് വെറുതെ നമുക്ക് ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് ഓക്കെ നമുക്ക് എന്തിനാ ഇപ്പം മൈ വേ കല്യാണിയുടെ ഒരു വീഡിയോ ഉണ്ട്, ചുമ്മാ പോയിട്ട് നമുക്ക് എടുത്തു വെച്ചങ്ങ് ഓരോന്നൊക്കെ പറഞ്ഞേക്കാം എന്ന് വിചാരിച്ച് ചെയ്തേക്കുന്ന ഒരു സംഭവമാണോ? അല്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോക്കകത്ത് ഇത്തരത്തിൽ ആ ഒരു ക്ലിനിക്കിനെ ഡിഫെയിം ചെയ്യുന്ന ഒരാത്തിലോട്ട് ഒരു സാധനം വരികയും പിന്നീട് ഈ ക്ലിനിക്കിന്റെ സൈഡ് എന്താണെന്നുള്ള അവരുടെ വേർഷൻ പുറത്തോട്ട് വന്ന സമയത്തേക്ക് നമുക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഇവരിട്ടേക്കുന്ന ആ ഒരു ഷോർട്സ് വീഡിയോക്കകത്തും ഇവർ രണ്ടാമതിട്ടേക്കുന്ന ആ ഒരു ലെങ്ത് ഉള്ള വീഡിയോക്കകത്തും ആണെങ്കിൽ ക്ലാരിറ്റി കുറവിന്റെ കുറെ മിസ്മാച്ച് ഒക്കെ വെച്ചിട്ട് ഇവർ പറയുന്ന കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ളതായിട്ട് ഫീൽ ചെയ്തപ്പോൾ നമ്മൾ ആ രീതിയിൽ സംസാരിച്ചു. അല്ലാതെ മൈ വേ ബൈ കല്യാണിയുടെ അടുത്ത് പേഴ്സണലായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടോ കാര്യങ്ങളൊന്നും അല്ല. ഓക്കെ, ഒരു സാധനം നമ്മളുടെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കിന് ഇതിനകത്തിലെ ക്ലാരിറ്റി കുറവൊക്കെ വ്യക്തമായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് ഇവിടെ ആവർത്തിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലിനിക്കിലെ ഡോക്ടറായിട്ടുള്ള ഇവരെ കൺസൾട്ട് ചെയ്തേക്കുന്ന ഡോക്ടറല്ല നിൽഫർ ഷെരീഫിനെ ലൈഫ് ഓഫ് അനദ് ബ്രോ കോൾ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളിലൂടെ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് കുറച്ചുകൂടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാരിറ്റി കിട്ടാത്ത ഉണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കിട്ടുന്നതായിരിക്കും. അപ്പം ഇവിടെ ഇവർ കാണിച്ചു വിട്ടിരിക്കുന്ന പരിപാടികൾ എന്താണെന്നുള്ളത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടാമത്തെ സെഷൻ അങ്ങോട്ടേക്ക് പോയ സമയത്തേക്കിന് ഇവർ കൊളാബറേഷൻ ചോദിച്ചു. അത് പറ്റില്ല എന്നുള്ളത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഇവർ ഡോക്ടറിന്റെ ക്യാബിനകത്ത് ഇരുന്നിട്ടാണ് ഈ ഒരു കാര്യം സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് CCTV ക്യാമറയുടെ കാര്യങ്ങൾ ഇവർ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവർ മറ്റേ മെറ്റാഗ്ലാസ് വെച്ച് പോയിട്ടുണ്ടല്ലോ, അതിനകത്തുള്ള വിഷ്വൽസ് എടുത്ത് പുറത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഇവര് വെറുതെ പോയിട്ട് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാക്കുന്നുള്ള ചിലരുടെ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഉത്തരം ഈ ഒരു വീഡിയോക്കകത്തുണ്ട്. ഇത്രയും വലിയൊരു പ്രശ്നങ്ങൾ ഇവർ ഉണ്ടാക്കാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് മറ്റൊരു ക്ലിനിക്കിൽ പോയിട്ട് ഇത്തരത്തിൽ ചെന്ന സമയത്തേക്ക് അവിടെ ഇതിനെക്കാട്ടി റേറ്റ് കുറച്ച് ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് ചെയ്യുന്ന കൊളാബറേഷൻ കൊടുക്കുന്ന രീതിയിലെ കാര്യങ്ങളൊക്കെ പറയുകയും പിന്നീട് അവിടുന്ന് ഇവരെ നല്ല രീതിയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടാണ് ഇവരെ ഇങ്ങോട്ട് തിരിച്ച് ഈ ഒരു ക്ലിനിക്കിലോട്ട് വരുത്തിയിട്ടുള്ളത്. ഇത്രയും റേറ്റ് ആണോ അവിടെ, അത്രേന്റെ ഒന്നും ആവശ്യമില്ല, അത് ഇത് മാങ്ങാ തേങ്ങ ചക്ക തിങ്സ് പറഞ്ഞിട്ട് അങ്ങനെ അവർ ആ ഒരു ക്ലിനിക്കിലോട്ട് ചെന്നു. അവിടെ ചെന്ന സമയത്തേക്ക് ഇവർ പറ്റിക്കപ്പെടുകയാണോ അല്ലെങ്കിൽ ഇവർക്ക് ഇത്രയും നാളും കൊടുത്തേക്കുന്ന ബില്ല് തിരിച്ച് കിട്ടിയേ പറ്റുള്ളൂ, അതാണ് ഇതാണ് മാങ്ങാ തേങ്ങ ചക്ക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇതാണ് ലിറ്ററലി നടന്നിരിക്കുന്ന സംഭവം. ഓക്കെ, എന്നിട്ടാണ് ഇവരെ ഇത്രയും കിടന്ന് ന്യായീകരണങ്ങൾ ഉണ്ടാക്കുന്നത്. അത് ബില്ല് തന്നില്ല, മറ്റേതാണ് മറിച്ചാണ്, അവർക്ക് എന്തോ ഒരു ക്വാളിഫിക്കേഷൻ ആണ് അതിൽ നിന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് നമ്മൾ എന്താണ് പറയേണ്ടുന്നത്? നിങ്ങൾ തന്നെ പറ. ഓക്കെ, ഇത് നമ്മൾ വെറുതെ ഒരാളെ വന്നിട്ട് ചുമ്മാ നമുക്കങ്ങ് പറഞ്ഞേക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുന്ന സംഭവമല്ല. ഓക്കെ, ഇനി ഇത് മുഴുവനായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക. എന്നിട്ട് നിങ്ങൾ മൈ വേ ബൈ കല്യാണി പറയുന്ന സൈഡിനകത്ത് നമുക്ക് എങ്ങനെയാണ് അവരെ ന്യായീകരിക്കാൻ പറ്റുക എന്നുള്ളത് നിങ്ങളൊന്ന് പറയണം. ഓക്കെ, ഇപ്പം ഇനി ആദ്യം തന്നെ ഇത്രയും നാളും അവിടെ പോയതിൽ പുള്ളിക്കാരി സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ള രീതിയിലുള്ള ഫീഡ്ബാക്ക് കൊടുക്കുന്നതിന്റെ വോയിസ് ക്ലിപ്പ് അനന്ത് ബ്രോന്റെ വീഡിയോക്കകത്ത് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം. കസ്റ്റമർ കെയർ ഫീഡ്ബാക്കും കല്യാണിയുടെ വോയിസ് നോട്ടും കല്യാണിയുടെ കോൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല. ഒരു മിനിറ്റ്. ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ചായിരുന്നോ മാം? നമ്മുടെ ക്ലിനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ട്രിവാൻഡ്രം ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മാം? നല്ല സർവീസ് ആയിരുന്നു. ഓക്കെ മാം, ഡോക്ടറുടെ ഡോക്ടർ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ അതെ അതെ, നല്ലത്. ഓക്കെ മാം, സ്റ്റാഫ് ഇറങ്ങി ഓക്കെ ആണല്ലേ മാമിന്? ഓക്കെ ആണ്. ഓക്കെ മാം, മാമിന് മറ്റെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു ഫോർ ടൈം മാം. അനന്ത് കേട്ടോ അത്? ഓക്കെ, കുഴപ്പമില്ല. കുറച്ച് ബ്ലേഡ് ആയിട്ട് ആയിരുന്നു. ഇത് ഏത് മാസത്തെയാണ്? ഏത് മാസത്തെ കൂട്ടിയത്? മാർച്ച് ഏപ്രിലൊക്കെ. മാർച്ച് എല്ലാം നോക്ക്, മെയ് വരെ എല്ലാം സാറ്റിസ്ഫൈഡ് കോളം. ഇത്രയും നാൾ അവർ സാറ്റിസ്ഫൈഡ് ആയിരുന്നു, പിന്നീട് സാറ്റിസ്ഫൈഡ് അല്ലാണ്ടായി മാറിയേക്കുന്നതിന്റെ സീന് അപ്പുറത്തുനിന്ന് കുറച്ച് കുത്തിത്തിരിപ്പ് കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ കുറച്ച് സീന് കാര്യങ്ങളൊക്കെ ആയി. എന്നിട്ട് ഇതൊന്നും അല്ലാത്ത രീതിയിലാണ് പുള്ളിക്കാരി ഒന്ന് വീഡിയോക്കകത്ത് വന്ന് പറഞ്ഞേക്കുന്നത്. ബാക്കി കേൾക്കാം. മുന്നേ ഒരു കൺസൾട്ടേഷൻ റൂമിൽ ഇരുന്ന് സംസാരിച്ച ഒരു കാര്യം എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള എവിഡൻസും മെറ്റീരിയൽസ് ഒന്നും ഇല്ല. തിരിച്ച് കോമൺ സെൻസ് മാമിന്റെ അടുത്താണ് ആദ്യം അപ്രോച്ച് ചെയ്യുന്നത് കൊളാബിന്റെ കാര്യം പറയുന്നത്. എന്റെ അടുത്ത് തന്നെ, കാരണം ഞാനാണല്ലോ അവിടുത്തെ മുതലാളി. വേറെ ആരും സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം അതാണല്ലോ ദേവ് മറ്റേ ഞങ്ങളുടെ ഒരു മാനേജറിന്റെ ആദ്യം വിളിച്ചിരിക്കുന്ന ഒരു വോയിസ് നോട്ടിലുണ്ടല്ലോ, ആ കുട്ടി പറയുന്നുണ്ടല്ലോ സിയോടെ ഒരു രീതി വെച്ചിട്ട് അങ്ങനത്തെ ഒരു മാർക്കറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഒന്നെങ്കിൽ ഈ ജീവലക്ഷ്മി കല്യാണി മറ്റേ സ്റ്റാഫുകളുടെ അടുത്ത് നേരത്തെ ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഞാൻ എന്റെ അടുത്ത് വന്ന് സംസാരിച്ച കാര്യം ഞാൻ ഈ പറയുന്നത്.
അതൊരു 3-4 മാസം മുന്നേ. അതിന് ഇപ്പൊന്നല്ല 3-4 മാസം മുന്നേ പ്രൊഡക്ട്സ് ആദ്യം അയച്ചു തരുമോ എന്ന് ചോദിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു എൻഡോഴ്സ്മെന്റ് നമുക്കില്ല. നമ്മൾ ഒരു ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് അങ്ങനെ ഒരു പ്രൊഡക്ട്സ് പ്രൊസീജിയർ ഫോർഗെറ്റ് ഇറ്റ്. അതല്ലാതെ തന്നെ പ്രൊഡക്ട്സുകൾ നമ്മൾ അയച്ചു കൊടുത്ത് അങ്ങനെ ഒരു പ്രൊമോഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ ഇല്ല ജീവലക്ഷ്മി. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് ഏത് മാസം എന്നുള്ളതൊക്കെ കറക്റ്റ് പിന്നോട്ട് എന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് അന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ മെയ് 30 അവർ ഡയറക്റ്റ് ആയിട്ട് വരികയാണ് ചെയ്തത്. വന്നിട്ട് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഡോക്ടറെ അപ്പോൾ ഞങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടു. ഇത് ഈ പറഞ്ഞ വഴി ഇത്ര ഒന്നും റേറ്റ് അവിടെ ഇല്ല. ഓക്കെ, ആ റേറ്റ് അവിടെ ഇല്ലാത്ത പക്ഷം ഒന്നുകിൽ പറഞ്ഞ വഴി നമുക്ക് അവിടെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഡോക്ടറിന്റെ ഈ പറഞ്ഞ ഒരു പ്രോട്ടോകോൾസോ അല്ലെങ്കിൽ ഫയൽസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹാർഡ് കോപ്പി ഫയൽസോ അല്ലെങ്കിൽ നിങ്ങൾ എന്താ ഇവരെ മുന്നോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചതും കാര്യങ്ങളൊക്കെ ഒന്ന് തരണം, പേപ്പറായിട്ട് തരണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് കൊളാബ് തരണം. ഓക്കെ, സോ ബേസിക്കലി അതല്ലേ മെയ് 30 ഫൂട്ടേജ് അവർക്ക് റിലീസ് ചെയ്യാൻ പറയുന്നത് എന്നോടാ പറയുന്നത്. അതുകൊണ്ട് അവർ മെയ് 1 വന്ന് ബില്ല് ചോദിച്ചു എന്ന് പറയുന്നത് മെയ് 30 എന്നോട് സംസാരിച്ചു. ഞാൻ തിരുവനന്തപുരത്തുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തത് എന്നോട് സംസാരിച്ച കാര്യങ്ങളല്ലേ ഈ പറഞ്ഞത്. ഞാൻ അപ്പോൾ അതൊരു കൺസൾട്ടേഷൻ റൂമിൽ ഇരിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ആർഗ്യുമെന്റ് വേണ്ട. ഞാനിപ്പോൾ നോണ പറയണമെന്ന് വിചാരിക്കും. നാട്ടിലിപ്പോൾ കോമൺ സെൻസ് ഉള്ളവർക്ക് ഉണ്ടല്ലോ നോണ പറയണമെന്ന് വിചാരിക്കും. എന്തിനാ പിന്നെ അവർ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയ? ബില്ല് മാത്രം ചോദിച്ചിട്ടോ എന്നോട് ബില്ല് തരും പറഞ്ഞോ നേരെ കൺസൾട്ടേഷൻ റൂമിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയത്. സത്യം, ആദ്യം ഇവർ രണ്ടാമത്തെ സെഷന് പോയ സമയത്തേക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അന്നത് പറ്റില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവർ പുറത്തുള്ള ഏതൊരു ക്ലിനിക്കിൽ പോയിട്ട് പിന്നെ അവർ എൻക്വയറി ഒക്കെ ചെയ്തപ്പോഴത്തേക്കിന് അവിടുന്ന് നല്ല രീതിയിൽ കുതിർത്തിരിപ്പുണ്ടാക്കി കൊടുത്തു. അവിടെ ഇത്രയും പൈസയോ അതിന്റെ ആവശ്യമില്ല, അത് ചെയ്യാം, ഫ്രീ ആയിട്ട് ചെയ്യാം, കൊളാബ് ചെയ്യാം, മറ്റേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവർ തിരിച്ച് എത്തിയിട്ട് അവിടെ ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങൾ അവിടെ എന്താ ഇങ്ങനെ എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ബില്ലിന്റെ കേസ് അങ്ങനെ കൊടുക്കാത്തതിന്റെ ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ലീഗലി മൂവ് ചെയ്യല്ലേ അവർ ചെയ്യേണ്ടത്. അവർക്കത് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം അത് അറിയാത്ത ആളെന്നൊന്നും പറയില്ല. കാര്യം ഇവരുടെ ഭർത്താവ് MVD ഉദ്യോഗസ്ഥനല്ലേ, ഇതിന്റെ ലീഗൽ വശങ്ങളെ പറ്റിയിട്ടൊന്നും പുള്ളിക്ക് അറിയത്തില്ലേ. അങ്ങനെയുള്ളപ്പോൾ ഇവർ നേരെ ചെയ്തേ ഒന്നുകിൽ നിങ്ങൾ കൊളാബ് ചെയ്യുക. ഓക്കെ, ഞങ്ങൾക്ക് കൊളാബറേഷൻ ഫ്രീ ആയിട്ട് ഇത് സംഭവം ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ പൈസ ഒക്കെ തരിക. ആ ഒരു മൂഡിൽ നിൽക്കുമ്പോൾ എന്താ പിന്നെ ചെയ്യേണ്ടത് അവര്? കൺസൾട്ടേഷൻ റൂമിൽ CCTV കാണത്തില്ലേ? കൺസൾട്ടേഷൻ റൂമിൽ അല്ലെങ്കിൽ CCTV ഉണ്ട്. കൺസൾട്ടേഷൻ റൂമിൽ CCTV ഞങ്ങൾ കട്ട് ചെയ്ത് വെച്ചേക്കുക. കാരണം കൺസൾട്ടേഷൻ റൂമിലുള്ള ഒറ്റ CCTVസും നമ്മൾ ഒരു ക്ലിനിക്കിലും വർക്ക് ചെയ്യിപ്പിക്കാത്തതെന്ന് വെച്ചാൽ ഈ ക്ലിനിക്കൊക്കെ പ്ലാൻ ചെയ്ത സമയത്ത് നമ്മുടെ എഞ്ചിനീയർ അവിടെ വെച്ചു പ്രൊസീജിയർ റൂംസിൽ മാത്രം വെച്ചപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ പ്രൊസീജിയർ റൂംസിൽ ഒന്നും CCTV പാടില്ല എന്നുള്ള നമ്മുടെ ആർക്കിടെക്ചറിൽ കൊടുത്തപ്പോൾ അയാൾ കൊണ്ട് കൺസൾട്ടേഷൻ റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കൺസൾട്ടേഷൻ റൂമിൽ വെച്ചപ്പോൾ ഞങ്ങൾ ക്യാമറ കട്ട് ഓഫ് ചെയ്തതിനുള്ള ഉത്തരം ഇതാണ്. ഒരാൾ വന്ന് കൺസൾട്ടേഷൻ റൂമിൽ എനിക്ക് വന്ന അവരുടെ ബോഡിയുടെ പാർട്സ് ഒക്കെ മറ്റേ മാർക്കുകളൊക്കെ കാണിച്ചു തരുമ്പോൾ അത് ക്യാമറയിൽ പതിയാൻ പാടുമോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്ത് ഈ പറഞ്ഞ പോലെ ഈ ഉള്ളിൽ എന്താ കോമൺ ഏരിയ CCTV കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഫുട്ടേജസ് ഉള്ളൂ. ഇല്ല, അത് ഞങ്ങൾ ഇപ്പൊ ഫുൾ കംപ്ലീറ്റ്ലി റീവാമ്പ് ചെയ്ത ഓഡിയോ കൂടി കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇത്രയും കാലയളവിൽ നമ്മൾ ബിസിനസ് ചെയ്തിട്ട് നമുക്ക് ഇന്നേ വരെ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോഴാണ് നമ്മളൊക്കെ ആലോചിക്കുള്ളൂ ഓഡിയോ സിസ്റ്റം കൂടെ വെക്കാൻ. നമ്മൾ അതൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴല്ലേ ബിസിനസ് മനസ്സിലാവുക. ഇതും കൂടെ ഞാനിങ്ങനെ സ്വപ്നത്തിൽ കൂടെ വിചാരിച്ചിട്ടുണ്ടോ ഒരാൾ വന്ന് കൊളാബ് ചോദിച്ചു അവർക്ക് മുന്നോട്ട് കാര്യങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടണം, ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഹാർഡ് കോപ്പി വേണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുള്ളത് ആ കുട്ടിക്ക് എന്താ വല്ല മുഖത്തെ പൊള്ളൽ വരുത്തിയിട്ടുണ്ടോ? ഇനിയിപ്പം ഏതൊരു സ്ഥാപനമാണെങ്കിലും ഇത്തരത്തിൽ നിങ്ങളുടെ CCTV ക്യാമറകൾ അവിടെ ഉണ്ടെങ്കിൽ കൂട്ടത്തിൽ ഓഡിയോ സിസ്റ്റം കൂടെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. പറയുന്ന കാര്യം കൂടെ കേൾക്കാൻ പറ്റുന്ന തരത്തിൽ. ഇല്ലെങ്കിൽ നാണ്ട് ഇതുപോലത്തെ പണി കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, പിന്നെ ഇതിനകത്ത് വേറൊരു അപകടം കൂടിയുണ്ട്. ഇനി നാളെ ഏതെങ്കിലും ജെനുവിനായിട്ട് ആർക്കെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോഴത്തേക്കിന് ഏതെങ്കിലും ഒരു സ്ഥാപനമാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ മുമ്പ് ഇഷ്യൂസ് ഉണ്ടായതുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ അയാൾ കൊളാബ് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ ഒരു കള്ളത്തരം വേണമെങ്കിലും അങ്ങനെ ഒരു സാധനം പറയാം. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥാപനങ്ങളും ഇത്തരത്തിൽ ആ ഒരു ഓഡിയോ സംഭവം കൂടെ ഉള്ള ഒരു സംഭവ പരിപാടികൾ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതാകുമ്പോൾ ഒരു ഇൻഫ്ലുവൻസർ എന്ന് വന്ന് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റർ എന്ന് പറഞ്ഞ ഒരാൾ വന്ന് ചെയ്യുന്നൊരു കാര്യം, അതേപോലെ തന്നെ ഒരു സ്ഥാപനത്തിന്റെ ഭാഗത്തുണ്ടാകുന്ന ഇതിൽ ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് ഇത് കണ്ടാൽ തന്നെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. സോ അത്തരം കാര്യങ്ങൾ എല്ലാവരും അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവരുടെ മറ്റേ പാരമ്പര്യമായിട്ടുള്ളൊരു പാടാണ് ഇവിടെ സീനായത്, അതിന്റെ ട്രീറ്റ്മെന്റിനാണ് പോയെന്നുള്ളത് ഇവർ പറയുന്നുണ്ടല്ലോ. എന്നാൽ ഇവർ അതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി പോയത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 സംഖ്യ ഇതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി മാത്രം അവർക്ക് ചിലവായോ? അപ്പം അതല്ല, അതിനേക്കാൾ കൂടുതൽ കുറച്ച് കാര്യങ്ങളുടെ മറ്റു പല കാര്യങ്ങൾ കൂടിയൊക്കെ തന്നെയാണ് അവരുടെ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത്. അത് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് ബാക്കി കേൾക്കാം. 8 കൊല്ലം പാരമ്പര്യമായിട്ട് ഉള്ളൊരു പാട്. ഓക്കെ, ആ പാട് 8 കൊല്ലമായിട്ടാണ് ആളെ ആദ്യം ഇട്ടിരിക്കുന്ന വീഡിയോ എന്താണ്, എനിക്കൊരു മുഖത്തൊരു പാട് വന്നപ്പോൾ ഞാൻ ഡെർമറ്റോളജിസ്റ്റിന് അടുത്ത് പോയിട്ട് കാണിക്കാൻ നോക്കി. അപ്പോൾ ഈ 8 കൊല്ലമായിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിന് പോയി കാണിച്ചിട്ടില്ലേ? അത് പോയിന്റ് മാത്രമല്ല, നമ്മൾ നമ്മുടെ വീഡിയോക്കകത്ത് പറഞ്ഞിരുന്നു ഇവർ 8 കൊല്ലം എന്നുള്ള സാധനം അവരുടെ ഒരു ഷോർട്ട് വീഡിയോക്കകത്ത് അറിയില്ല, എനിക്കൊരു പാട് വന്നപ്പോൾ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടുന്നത്? 8 കൊല്ലമായിട്ടുള്ള ഒരു പാരമ്പര്യമായിട്ടുള്ളൊരു പാടാണ് ഇവർ എന്നുള്ള രീതിയിൽ ഇവർ പറഞ്ഞേക്കാണ്. എന്നാൽ അതല്ല സത്യം. സ്റ്റിറോയിഡ് അടങ്ങിയിട്ടുള്ള ഈ ക്രീംസ് ഒക്കെ ഉപയോഗിച്ചിട്ട് വന്നേക്കുന്ന പ്രശ്നമാണെന്നുള്ളതാണ് ഡോക്ടർ പറയുന്നത്. ഇതാ കേൾക്കുക. കുട്ടിയെ 2 കാര്യം ഇവിടെ കാണിക്കുന്നത്. ഒന്ന്, ആളെ അച്ഛന്റെ പാട് എന്ന് വന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, മൂപ്പര് ഈ സൈഡിലുള്ള ഒരു മെലാസ്മ എന്ന് പറഞ്ഞ പിഗ്മെന്റേഷൻ വന്ന കാര്യം ഒന്ന്, അതാണ് ഇപ്പോൾ ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 8 മാസം അതിനല്ല ഇവിടെ ചികിത്സയ്ക്ക് വന്നത്.
മൊത്തമായിട്ടുള്ള ഒരു സ്കിന്നിന്റെ ഒരു വേറെ ഒരു മൊത്തം സ്കിൻ ബാരിയർ, അത് ഞങ്ങളുടെ മാനേജർ പറഞ്ഞല്ലോ അതിന്, അത് സ്കിൻ മനസ്സിലായി. ബാരിയർ എന്ന് വെച്ചാൽ ബാരിയർ എന്ന് പറഞ്ഞാൽ മുഖത്തുള്ളൊരു പാത്രത്തിന് ടെഫ്ലോൺ കോട്ടിംഗ് പോലെ നമുക്കൊരു ഒരു പ്രതിരോധ ശക്തി തരുന്ന ഒരു കോട്ടിംഗ് ഉണ്ട് സ്കിന്നിന്. അത് പോയി അതുകൊണ്ടാണ് എന്ത് തേക്കുമ്പോഴും ആൾക്ക് റിയാക്ഷൻ വരുന്നത്. അത് കുറേ പ്രൊഡക്ട്സ് ഉപയോഗിച്ച മിക്ക ആൾക്കാർക്ക് അത് പ്രശ്നം വരാറുണ്ട്. നമ്മുടെ ക്ലിനിക്കിലാണെങ്കിലും ഈ ചെറിയ കുട്ടികൾ ഈ കൊറിയൻ പ്രൊഡക്ട്സുകളൊക്കെ കുറേ പ്രൊഡക്ട്സ് ഉപയോഗിച്ച് വരുമ്പോൾ ആ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഈ 20 വയസ്സിന് താഴെയും 20 വയസ്സ് ഏർലി 20s ഉള്ള ആൾക്കാരുടെ ഞങ്ങൾ പറയുന്നതാണ് പ്രൊഡക്ട്സ് ആണ് നിർത്തിയാൽ മതി. അപ്പോൾ സെൽഫായിട്ട് സ്കിൻ റിപ്പയർ ചെയ്യും. ജീവലക്ഷ്മിക്ക് 20 വയസ്സല്ല 18 വയസ്സല്ലല്ലോ. ആ 18 വയസ്സല്ലാത്തത് കൊണ്ട് ആ സ്കിന്നിനെ സെൽഫ് റിപ്പയർ ചെയ്യിപ്പിക്കാനുള്ള സമയം ഇല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു റിപ്പയറിംഗ് ക്വാളിറ്റി ചിലപ്പോൾ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഗ്ലൂട്ടൻ ഇൻഫ്യൂസ് ചെയ്യുന്നത്. എന്നാൽ ഞാൻ ഒരു കാര്യം 8 മാസത്തിലെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നത്, 8 മാസത്തിൽ ഒരൊറ്റ പ്രൊസീജിയർ ഞങ്ങൾ മുഖത്തിന് മേലെ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇന്റേണലി നമ്മൾ കറക്റ്റ് ചെയ്യിപ്പിക്കാൻ നോക്കണം സ്കിന്ന്. ആ ഒരൊറ്റ ബാക്കി എല്ലാ കോസ്മെറ്റോളജി ക്ലിനിക്സിനൊന്നും നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. എന്തുമാതിരി പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ മെഡിക്കൽ കുട്ടി വേറൊരു ശുദ്ധ നോണ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ, ഈ സ്കിന്നിന്റെ ട്രീറ്റ്മെന്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതല്ലേ. അതെ അതെ ഞാൻ ആലോചിക്കണേ എന്തുമാതിരി വിഡ്ഢിയായിരിക്കണം അതങ്ങനെ പറഞ്ഞെങ്കിൽ. കാരണം സ്കിന്നിന്റെ ട്രീറ്റ്മെന്റ് അല്ലാതെ വേറെ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത കാര്യത്തിനൊക്കെ മെഡിക്കൽ റെക്കോർഡ്സ് ഞങ്ങളുടെ ഉണ്ടല്ലോ, അതിന്റെ എല്ലാത്തിനും ബില്ലുണ്ടല്ലോ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വേണ്ട ഉദാഹരണം ഞാൻ പറയണം. മുഖത്തൊരു പാട് മാറ്റാൻ വന്ന ഒരാൾ, ഓക്കെ, ഇത് ഹൈപ്പോത്തറ്റിക്കലി മനസ്സിലാക്കും. ഇപ്പൊ നിങ്ങൾ അനന്ത് വന്നിട്ട് മുഖത്തൊരു പാടുണ്ടെന്ന് പറഞ്ഞു വന്നു. ആ പാട് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു തരുന്ന ഒരാളാണ് ഞാൻ. അതിനൊരു ട്രീറ്റ്മെന്റും എന്താണെന്ന് മുന്നോട്ട് പറയണം. പക്ഷെ പരസ്യം പോലെ പിറ്റേ ദിവസത്തെ ശരിയാവില്ല. അപ്പോൾ ഒരു 3-4 മാസം കഴിയുമ്പോൾ അത് ശരിയാവും. ഈ 4 മാസത്തിനുള്ളിൽ ശരിയായിട്ടില്ലെങ്കിൽ അവർ കൊച്ചുണ്ടാക്കാം, കറക്റ്റ്, ഇല്ലെങ്കിൽ അവർ ഞങ്ങളുടെ അടുത്ത് നിർത്തി പോവാം. ഈ 4 മാസം കഴിഞ്ഞപ്പോൾ അവർ ഹാപ്പിയായി പാടുന്ന ആ മുഖത്ത് ഈ പറഞ്ഞ പോലെ ബാരിയറിനൊന്നും പ്രശ്നമില്ലാതെ കറക്റ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഈ മുഖത്തെ പാട് മാറ്റാൻ വന്നവൻ പിന്നെ മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ ലേസർ ഹെയർ റിമൂവലിന് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ പറഞ്ഞവര് വേറെ മൈക്രോ ഡെർമാബ്രേഷന് വേണ്ടിയിട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ സന്തോഷം വന്നവർ വേറെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതെ ആ അതെ ചെയ്തതിന്റെ എല്ലാത്തിനും കൺസെന്റ് ഫോം അവർ ഒപ്പിട്ടിട്ടുണ്ടാവല്ലോ അവരൊപ്പ്. അതിന്റെ കൂടെ ഞങ്ങൾ അത് ചെയ്തിരിക്കുന്ന മരുന്ന് എന്താണെന്നുള്ളതും ഇല്ലെങ്കിൽ അതിനെന്താ ചെയ്തിരിക്കുന്നതിനുള്ള ഇൻവെന്ററിയിൽ നിന്ന് പോയിരിക്കുന്ന ഒരു സാധനം ഉണ്ടാവുമല്ലോ, ഉം. അത് ബില്ലിലുണ്ടാവുമല്ലോ. ഉറപ്പായിട്ടും. ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ നുണ പറയാൻ പറ്റുക, ഞാൻ വേറെ ഒന്നും അവിടെ ചെയ്തിട്ടില്ല എന്നുള്ളത്. അത് ഞാൻ പറയുന്നത് എന്തോ ഒരു ബുദ്ധിക്കുറവ് കൊച്ചിനുള്ളതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം ഞാൻ അവിടെ വേറെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളെ പോലത്തെ ക്ലിനിക്ക് വെറുതെ ഒരു കൺസെന്റും ഒന്നും ഇല്ലാതെ വെറുതെ ഫ്രീ ആയിട്ട് എന്തെങ്കിലും ചെയ്ത് നമ്മളെ പോയിക്കൊന്നു പറയോ. ഇതിനെല്ലാം ഡോക്യുമെന്റ് ആ ബുദ്ധിക്കുറവിന്റെ പ്രശ്നം നമുക്കത് ഫീൽ ചെയ്യും. നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇവർ ഈ ക്ലിനിക്കിൽ എത്ര രൂപ പേ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനെ കൊണ്ട് ഇവർ തന്നെ വീഡിയോക്കകത്ത് പറഞ്ഞിട്ട് ഞങ്ങൾ GPay ത്രൂ ആണ് പേയ്മെന്റ് ചെയ്തെന്നുള്ളത്. എന്നാൽ എത്ര രൂപ അങ്ങോട്ടേക്ക് കൊടുത്തിട്ടുണ്ടെന്ന് അറിയാനെ കൊണ്ടാണെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്താണ് ഇവർ നോക്കുന്നത്. അതായത് നേരെ തൊടാതെ വളഞ്ഞാണ് മൂക്കെ തൊടുന്നത്. ഓക്കെ, അപ്പോൾ GPay നോക്കി ഇവർക്ക് അറിയാൻ പറ്റത്തില്ല ഇതൊന്നും. പോട്ടെ, ഇത് ഇവർക്ക് ആ വീഡിയോക്കകത്ത് വേണമെങ്കിൽ ഇതുപോലെ കാണിക്കുക, ഇവർ ബില്ല് തന്നേക്കുന്ന ഇത്രയാണ്, ഞങ്ങൾ അയച്ചേക്കുന്ന പേയ്മെന്റ് ഇത്രയാണെന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ വരുമ്പോൾ ഇത് കാണിക്കാമല്ലോ. അത് അവർ കാണിച്ചിട്ടില്ല. എല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞത് ഒരു പുകമറ ഉണ്ടാക്കി വെക്കുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇനി ഇവർ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ആറക്ക സംഖ്യ മുടക്കാനെ കൊണ്ട് ഇവരുടെ പൈസ ഉണ്ട്, ഇവരെ കണ്ട് വിശ്വസിക്കുന്ന ഇവരുടെ ഓഡിയൻസിനോ അത് ഇവരെ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? ഇനി ഇത്ര ഒന്ന് ആലോചിക്കുക, ഈ 6 സംഖ്യ ഇതുപോലെ ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി മാത്രമായോ? ഇവർ തന്നെ പറയുന്നത് അങ്ങനെ വലിയൊരു പറ്റിപ്പാണ്, അതാണ് ഇതാണെന്ന് പറയുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 8 മാസമായിട്ട് അവർക്ക് ഇപ്പോഴാണോ ഇത് മനസ്സിലായത്? ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങനെ പെട്ടെന്ന് മനസ്സിലായില്ല. പക്ഷെ ഒരു ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ ഇതുപോലെ പ്രൊമോട്ട് ചെയ്യുന്ന ഈ ഒരു വ്യക്തിക്ക് ഇത് നല്ലതാണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ബോധമില്ലേ? അതായത് ഇതിന്റെ ട്രീറ്റ്മെന്റിന് മാത്രമല്ല അവരവിടെ പോയിട്ടുള്ളത്. ഇതിന് ഡോക്ടർ ഇനി ഈ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഈ ഡോക്ടർ പേഷ്യന്റ് സംഭവത്തിൽ ഇനി എന്തൊക്കെയാണ് ഇവർ ട്രീറ്റ്മെന്റ് ചെയ്തേക്കുന്നത് പുറത്തു വിടാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ടാണ് ഇവർ പറയുന്നത് ഇതൊക്കെ ഡോക്ടർ എന്നാ പുറത്തു വിടട്ടെ എന്ന്. അവർക്കറിയാം ഇത് പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഡോക്ടർ പണി കിട്ടുന്ന സാധനമാണ്. ട്രീറ്റ്മെന്റ് ചെയ്തതിന് മെഡിസിൻ വാങ്ങിയ ഞാൻ പറഞ്ഞുതരാം, വേറെ വശം പറഞ്ഞുതരാം. ഇതില് അവർ May 30 വന്ന് അവർ ഒച്ചുണ്ടാക്കുന്നതിനിടയിൽ ഭർത്താവ് ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താ പറയുക, നിങ്ങൾ 3 ml, ആ കുട്ടിയുടെ മുഖത്ത് ചെയ്തിരിക്കുന്ന ഒരു പ്രൊസീജിയറിന് ഇത്ര ml സിറിഞ്ച് വേണമെന്നുള്ളതുണ്ട്. അപ്പോൾ 3 ml സിറിഞ്ച് ഞങ്ങൾ എടുത്തത്. അപ്പോൾ പെട്ടെന്ന് ഭർത്താവ് ചോദിച്ചു, ഈ 3 ml സിറിഞ്ച് നിങ്ങൾ കാശ് വാങ്ങിച്ചിട്ട് 2 ml കുത്തിയിട്ടുള്ളൂ എന്നുള്ളത് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിൽ എനിക്കറിയാം ഏതെങ്കിലും ഡെർമറ്റോളജിസ്റ്റ് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയതാ. അവർ പോയിരിക്കുന്ന ഒരു ഡെർമറ്റോളജി ക്ലിനിക്കിൽ എന്താ പറയുക പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങളുടെ മുഖത്തൊന്നും കുത്തിയിട്ടുണ്ടാവില്ല കേട്ടോ. അതൊക്കെ ഉണ്ടാവില്ല നമ്മുടെ ഇൻഡസ്ട്രിയിൽ. നിങ്ങളുടെ യൂട്യൂബേഴ്സിന് അവിടെ ഇവിടെയൊക്കെ ഒരു പാരവെപ്പ് ഉണ്ടാവില്ലേ? അതുപോലെ നമ്മുടെ ഇൻഡസ്ട്രിയിലും ഒരു ഡോക്ടർ അങ്ങനെ പറഞ്ഞു തന്നിരിക്കും. ഞാൻ എന്താ അത് പറഞ്ഞ ഓർഡർ ചെയ്തെന്നറിയോ? ആ ഫയൽ അങ്ങനെ അവർക്ക് തിരിച്ചു വെച്ച് കൊടുത്തിട്ട് 3 ml സിറിഞ്ചിന്റെ 3 സ്റ്റിക്കർ കാണിച്ചു കൊടുത്തു, ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ആ സ്റ്റിക്കറിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്ന ഒരു മുഖത്ത് ഒരു സാധനം കുത്തുമ്പോൾ അത് ഏത് സിറിഞ്ച് ഏത് ബാച്ച് എന്ത് കുത്തി എന്നുള്ളത് മെഡിക്കൽ കമ്പനിക്കാരെ ലേബിളിംഗ് ഉണ്ട്. അത് ഞങ്ങളുടെ ഫയലിൽ ഒട്ടിക്കണം. നാളെ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു സിറിഞ്ച് കാരണം ബുദ്ധിമുട്ടുണ്ടായാൽ അത് ഈ ബാച്ചിൽ നിന്നുള്ള സിറിഞ്ച് നിന്നാണ്. അലർഗാൻ കമ്പനി എന്ന് പറയുന്നത് $multi-billion കമ്പനി, ലോകം മൊത്തമുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അത് ഇതാണെന്ന് കണ്ടുപിടിക്കാൻ അത്ര സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ സിസ്റ്റത്തിൽ അപ്പോൾ ഞാനത് തിരിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ അവർ 2 ഇടയ്ക്ക് നോക്കി. അപ്പോൾ സംഭവം എന്താണെന്നറിയോ? ഇത് കൊളാബിൽ ഇപ്പൊ എല്ലാവരും യൂട്യൂബിൽ പറഞ്ഞ് കൊളാബ് ചോദിച്ചിട്ട് കിട്ടിയില്ല എന്നുള്ളത്. ഇതിന് വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ആ ഡെർമറ്റോളജിസ്റ്റ് ഇവരൊന്ന് കുത്തി ഇറക്കി വിട്ടപ്പോൾ അവർക്ക് പെട്ടെന്ന് തോന്നി, ഇത് ഇത്രയും വിലയൊന്നും ഇല്ല, ഇവർ നമ്മൾ പറ്റിക്കുന്നുണ്ടോ? ആ ഒരു ചിന്തയിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഇത് ഇവിടുന്ന് വേണം, ഇനി ബാക്കിയുള്ളതാണെങ്കിൽ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരണം, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോട്ടോകോൾസ് ഞങ്ങൾ അപ്പുറത്ത് കൂടി ചെയ്യട്ടെ. ഇതൊക്കെ May 30 എന്നോട് ഇല്ലെങ്കിൽ എന്താ അറിയോ, ഏറ്റവും ഞാൻ പറയും, എനിക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ഈ ഒരു കാര്യത്തിൽ ഞാനും ഇത് പറഞ്ഞ് ഓരോന്ന് തെളിയിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ ഒന്ന്, ജീവലക്ഷ്മി അല്ലേ ഇത് ആദ്യം ഇട്ടത്, അതിനുള്ളൊരു എവിഡൻസ് ഞങ്ങൾ ആദ്യം കൊടുത്തു. രണ്ടാമതൊരു വീഡിയോ വന്നു, അതിന് CCTV ഫുട്ടേജ് കൊടുത്തു അല്ലേ. ഇനി ഒരു കാര്യം ചെയ്യുക, ആ ബില്ല് കിട്ടിയിട്ടില്ല എന്നല്ലേ പറഞ്ഞത്. ഒരൊറ്റ കാര്യം, ജീവലക്ഷ്മി ചെയ്തിരിക്കുന്ന എല്ലാ പ്രൊസീജിയറും GPayയിൽ നടത്തിയിരിക്കുന്ന എല്ലാ എമൗണ്ടും പുറത്തത്.
പുറത്തൊരു സപ്പോർട്ടിങ് എല്ലാം. അപ്പോൾ മൂപ്പർ എന്താ ചെയ്തിരിക്കുന്നതെന്നും അതിൻ്റെ ഉള്ള എമൗണ്ട് അപ്പം എന്താ ഞങ്ങൾ സേഫായി. കാരണം ഞങ്ങൾ ആദ്യമായിട്ട് ബില്ല് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് സുഖമായിട്ട് ഡിഫമേഷൻ കേസ്, പേഷ്യന്റ് പ്രൈവസി പോളിസി പലതും പറഞ്ഞ് ഞങ്ങളുടെ മേത്ത് കേസ് വരാം. ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ വന്നതും അതാണ്. ദയവ് ചെയ്ത് ഇനി കൂടുതൽ എവിഡൻസസ് കൊടുക്കല്ലേ. ഡോക്ടർ ഇന്റർവ്യൂ കൊടുക്കുന്നതിനൊന്നും കുഴപ്പം, നിങ്ങളുടെ ബ്രാൻഡിനെ ബാധിക്കുള്ളൂ. എവിഡൻസ് കൊടുക്കല് ഇത് കോടതിയിലായി. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല. അത് ഞാൻ പറഞ്ഞു, യു ഇൻസ്റ്റിഗേറ്റ് ഹർ. നിങ്ങൾ പറയും, അവിടുത്തെ പറയും, നിങ്ങൾ ഇട് എന്ന് പറഞ്ഞാൽ ഇട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലീഗൽ നോട്ടീസ് പറയാം. ഹലോ, ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, അതിനുള്ള ഉത്തരം ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ തന്നെ ഇട്ടേ പറ്റൂ എന്നുള്ള പറയാം. ഇവിടെ ഈ ഡോക്ടറിന്റെ ചലഞ്ച് മൈ വേ ബൈ കല്യാണി ഏറ്റെടുക്കുക എന്നുള്ളത് നമ്മളെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ സാധനം ഇതാണ്. നിങ്ങൾ കൊടുത്തേക്കുന്ന പേ ചെയ്തേക്കുന്ന ഇത് നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ടുകൾ കാണിക്കുക, ഇവർ തന്നേക്കുന്ന ബില്ലുകൾ കാണിക്കുക. ഈ ഡോക്ടർ ഇത് കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ സൈഡിൽ നിന്ന് കാണിച്ചു കഴിഞ്ഞാൽ ക്ലിനിക്കിനെതിരെയാണ് പ്രശ്നം വരുന്നത്. ലീഗൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവർക്ക് ഇന്ന് ഇതുപോലെ കോൾ വന്നു എന്ന് പറയുമ്പോഴത്തേക്കിനും അപ്പുറത്ത് കംപ്ലൈന്റ് കൊടുത്തേക്കുന്നതിൻ്റെയാണ്. അപ്പോൾ ഇവർ ഇത്ര ധൈര്യപൂർവ്വം എന്ന് പറയാണ് അവരത് ചെയ്യട്ടെ ഇത് ചെയ്യട്ടെ. അവർക്കറിയാം ഹോസ്പിറ്റലിൽ ഈ ക്ലിനിക്കിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് പുറത്തോടാൻ പറ്റാത്തതിന്റെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. എന്നാൽ എല്ലാത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു എവിഡൻസ് അവരുടെ കയ്യിലുണ്ട് താനും. ഇനി ഈ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്കിന് ഇനി അഥവാ ഇവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന് അറിയാൻ ഇവർ ഫുള്ളായിട്ട് ഇത്തരത്തിൽ അവിടെ ഇവരുടെ ഒരു ക്ലിനിക്കായിട്ട് ബന്ധപ്പെട്ട് ചെക്ക് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആ ഒരു അയച്ചേക്കുന്ന പേയ്മെന്റ് ഒക്കെ സ്ക്രീൻഷോട്ട് ഇവർ തന്നിരിക്കുന്ന ബില്ലിന്റെ ഇതൊക്കെ നിങ്ങൾ കാണിക്കുക. എന്തായാലും ബില്ലിന് കിട്ടിയില്ല എന്ന് പറയരുത്, പകുതി എമൗണ്ട് മാത്രമേ കാണിച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ട് കിട്ടി എന്നുള്ള നിങ്ങളുടെ വീഡിയോയ്ക്ക് അത് പറയുന്നുണ്ട്, അത് കാണിക്കുക. ഓക്കെ, പിന്നെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് എഴുതി മേടിപ്പിച്ചുള്ളത് അതെന്താ ബില്ല് കൊടുക്കാതിന്റെ കാര്യം എന്തായിരുന്നു? അല്ല ബില്ല് കൊടുക്കാതിരുന്നിട്ടില്ല. ഇതെന്താന്ന് വെച്ചാൽ ഒന്ന് ഓരോ ക്ലയന്റും ഇറങ്ങി പോണ സമയത്ത് അവർക്ക് ഹാർഡ് കോപ്പി കൊടുക്കും. ഹാർഡ് കോപ്പി അല്ലെങ്കിൽ ചില ആൾക്കാരും ഡിജിറ്റൽ കോപ്പി ആയിരിക്കും. കഴിഞ്ഞ 1.5 മാസമായിട്ട് ഞങ്ങൾക്ക് ഓഡോ എന്നൊരു സോഫ്റ്റ്വെയർ അറിയോ? ഓഡോ പ്ലാറ്റ്ഫോം. ഓഡോ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ലോകം മൊത്തമുള്ള ഒരു സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഞങ്ങളുടെ കമ്പനിയുടെ ERP സിസ്റ്റം ഓഡോ സോഫ്റ്റ്വെയർ വഴി ഇപ്പോൾ ഒരു ക്ലയന്റ് ഇറങ്ങി പോകുമ്പോൾ ഓട്ടോമാറ്റിക് ചെക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്തെന്ന് വെച്ചാൽ ക്ലയന്റിന്റെ ഫുൾ പ്രൊസീജിയർ കഴിഞ്ഞു, അല്ലെങ്കിൽ പ്രോസസ് കഴിഞ്ഞു, എല്ലാ ടച്ച് പോയിന്റ്സും കഴിഞ്ഞു ഇന്ന് ഫ്രണ്ട് ഡെസ്ക് ക്ലിക്ക് ചെയ്താൽ ചെക്ക് ഔട്ട് ചെയ്തു എന്ന് ക്ലിക്ക് ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി ആ ക്ലയന്റുകളുടെ ആഫ്റ്റർ കെയർ പ്രിസ്ക്രിപ്ഷനും ബില്ലും ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ടർ തന്നെ ജനറേറ്റ് ചെയ്ത് അവരുടെ രജിസ്റ്റർഡ് നമ്പറിലോട്ട് വാട്സാപ്പിലോട്ട് പോകുന്ന സിസ്റ്റം വരെ 1.5 മാസമായിട്ട് ഞങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ ഇവർ വാട്സാപ്പിൽ അയക്കും പറഞ്ഞിട്ട് വന്നില്ലെന്നല്ലോ. ഇതിനിപ്പോൾ വീഡിയോ കോൾ വന്നാൽ എൻ്റെ ട്രിവാൻഡ്രം ക്ലിനിക്കാർ അവർ അയച്ചു കൊടുത്തിരിക്കുന്ന എന്താ പറയുക വാട്സാപ്പിന്റെ എല്ലാ സ്ക്രീൻഷോട്ട്സുകൾ കാണിച്ചു തരാൻ എനിക്ക് പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ വേണ്ട അനന്തു, നാട്ടിലെ 15 കൊല്ലമായിട്ട് ആർക്കും ബില്ലൊന്നും കൊടുക്കാതെ നമുക്ക് ഒരു ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ഇൻകം ടാക്സ് റെയ്ഡ് ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല. നാട്ടിൽ ഇത്രമാത്രം അതും വളരെ പ്രോമിനന്റ് ആയിട്ട് ഞാൻ നിന്നൊരു പാർട്ടി ഒരു ക്ലയന്റ് വന്ന് പോകുമ്പോൾ ബില്ല് കൊടുക്കാതെ ഇങ്ങനെ ഞങ്ങൾ സർവൈവ് ചെയ്യോ? അതിന് ബില്ല് കൊടുക്കാതിരിക്കേണ്ട ആവശ്യം എന്താ? അത് പറ, അത് നമുക്ക് ചർച്ച ചെയ്യാം. കൊടുക്കാതിരിക്കേണ്ട ആവശ്യം എന്താ? ഞങ്ങൾ ക്യാഷ് ആയിട്ട് എടുത്തു ക്യാഷ്. അത് തന്നെ ഇപ്പം അങ്ങനെ ഇവരെ ബില്ല് കൊടുക്കാത്തതിന്റെ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ഇവ GST രേഖപ്പെടുത്തിയിട്ടുള്ള ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ബില്ലായിരിക്കും ഇവർക്ക് കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പം അത് കൊടുക്കാത്തതിന്റെ പേരാണ് അത് കൊടുക്കാത്തതിന്റെ സീനാണെന്നുണ്ടെങ്കിൽ ഈ ഹസ്ബൻഡിന് ഇപ്പം ഇവർക്ക് കല്യാണിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ഇതിന്റെ ലീഗൽ വശങ്ങളും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഒരു ഇൻകം ടാക്സ് റെയ്ഡോ കാര്യങ്ങളൊക്കെ അങ്ങനെ മൂവ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇവരെ കൊണ്ട് പറ്റുമായിരുന്നല്ലോ. അതൊന്നും അല്ലല്ലോ ഇവർ ചെയ്തേക്കുന്നത്. ഒരു ബില്ലിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇത്രയും വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ പലർക്കും സംശയം ഉണ്ടായിരിക്കും, അങ്ങനെയെങ്കിൽ സ്റ്റേഷനിൽ പോയിട്ട് ഇവരെന്താണ് ഈ ഒപ്പിട്ട് കൊടുത്തത്, ബില്ല് കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവത്തെ പറ്റിയിട്ട് പലർക്കും സംശയം ഉണ്ടായിരിക്കുക. അതിന്റെ ഒരു ക്ലാരിറ്റി കൂടെ ഇവർ പറയുന്നുണ്ട്, നമുക്ക് അതോടെ കേൾക്കാം. ഈ സൈൻ ചെയ്ത് കൊടുത്തത് പോലീസ് സ്റ്റേഷനിൽ അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഓപ്പറേഷൻ മാനേജർ മിസ്റ്റർ വിഷ്ണു ആണ് 2-ാം തീയതി ഞങ്ങൾ റെപ്രസെന്റ് ചെയ്ത് കൊച്ചി ഓഫീസിൽ നിന്ന് തിരുവനന്തപുരത്ത് അവരെ വിളിപ്പിച്ചല്ലോ. നമ്മൾ വിളിച്ച സമയത്ത് നമ്മുടെ ടീം മെമ്പറും പോകണല്ലോ. പോയ സമയത്ത് ഇവരാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് കൊടുത്ത കാര്യങ്ങളാണ് വീണ്ടും ഇല്ല, ഞങ്ങൾക്ക് വീണ്ടും തരണം എന്നുള്ളത് എന്താ പറയുക വേണം എന്നുള്ളത് പറഞ്ഞു. ആ തരണം തരാലോ എന്ന് പറയുമ്പോൾ നാളത്തേക്കും തരാലോ എന്ന് പറഞ്ഞ കുട്ടി അവർ വിഷ്ണു ഒപ്പിട്ടു. ഇല്ല തരാത്ത സാധനം ഇനി തരും എന്നുള്ളതല്ല ഒപ്പിന്റെ അർത്ഥം. തന്ന സാധനങ്ങൾ ഇനിയും തരാം എത്ര പേര് വേണ്ടത്. ഞാൻ ഇന്നലെ വിളിച്ചൊരു യൂട്യൂബറിനോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, കൊച്ചി കോർപ്പറേറ്റ് ഓഫീസോട് വന്നേ, നിങ്ങൾ ക്യാമറയും കൊണ്ട് എല്ലാവരും വന്നേ, നിങ്ങൾ ബില്ല് ഞങ്ങൾ നിരത്തി പിടിച്ചോട് കാണിച്ചു തരാം. നിങ്ങൾക്കത് വിശ്വാസമാണെങ്കിൽ മാത്രം നിങ്ങൾ യൂട്യൂബിൽ ഇട്ടാൽ മതി. ഈ ക്ലിനിക്കിന്റെ സൈഡിൽ അവർ ഫുൾ കോൺഫിഡന്റ് ആണ്, അവർ എന്ത് തെളിവ് വേണമെങ്കിലും അവരുടെ കയ്യിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. പക്ഷെ അവർക്കത് കാണിക്കാൻ പറ്റത്തില്ല. അവർ കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്തുനിന്ന് ഡിഫെയിം എന്ന് പറഞ്ഞുകൊണ്ട് ഡിഫമേഷൻ കേസ് അവർക്ക് ഇങ്ങോട്ട് കൊടുക്കുക. ഇവർക്ക് ഇത് പുറത്ത് വിടുന്നതിന്റെ കുറേ ലീഗൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് തന്നെയാണ് കഴിഞ്ഞ വീഡിയോയ്ക്ക് നമ്മൾ സംസാരിച്ച് ഇവർ പറഞ്ഞതായിട്ട്. അതായത് ഇവർ ലീഗലി ത്രൂ പോകാനെ കൊണ്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്, അത് കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്തോളാം എന്നുള്ള രീതിയിൽ. പക്ഷേ ഇവർ പബ്ലിക്കായിട്ട് വന്ന് ഇങ്ങനെ കാണിച്ചപ്പോഴത്തേക്കിന് ഇവർക്ക് ഈ ക്ലിനിക്കിന് പബ്ലിക്കിൽ ഉണ്ടാവുന്ന ഡിഫെയിം ആവുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള കുറേ ഇഷ്യൂസ് കാര്യങ്ങൾ അവരുടെ ക്രെഡിബിലിറ്റിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലല്ല ഇവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. അപ്പം അങ്ങനെയുള്ളപ്പോൾ മൈ വേ ബൈ കല്യാണിയുടെയും തൻ്റെ ഹസ്ബൻഡിൻ്റെ ഭാഗത്ത് ജെനുവിനിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കുക. അവർക്ക് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാം, അല്ലേ? നിങ്ങൾ കാണിക്കുക. നിങ്ങൾ അവിടെ അയച്ചേക്കുന്ന പേയ്മെൻറ്റിൻ്റെ, നിങ്ങൾ അവിടെ നിങ്ങൾക്ക് അവരയച്ചേക്കുന്ന ബില്ലിൻ്റെ നിങ്ങൾ കാണിക്കുക. അപ്പം നിങ്ങളുടെ ഭാഗത്ത് ജെനുവിനിറ്റി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാമല്ലോ. പക്ഷേ അത് ചെയ്യാത്തടത്തോളം കാലം നിങ്ങൾ പറയുന്നത് പച്ചക്കള്ളമാണ്. വേറൊരു വർഷം ഞാൻ പറഞ്ഞത് കേട്ടു, ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതി ചേർക്കാം എന്നുള്ളത്. അതൊക്കെ വല്ല ഫോറൻസിക് എവിഡൻസും കാര്യങ്ങളൊക്കെ കേട്ട് പോട്ടെ. അല്ലാതെ എനിക്ക് അതിനൊന്നും തർക്കിക്കാൻ പറ്റില്ല. ഞങ്ങൾ എന്താ എഴുതി ചേർക്കണ്ടേ? ഇവർ സ്റ്റിറോയിഡ് ഉപയോഗിച്ചോ? വേണ്ട, യൂട്യൂബിൽ ആ കുട്ടി പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന പല പ്രോഡക്റ്റും സ്റ്റിറോയിഡ് കണ്ടന്റ് ഉണ്ടെന്നുള്ളത് എനിക്ക് തെളിയിച്ചാലോ? ബ്രാൻഡ് പറഞ്ഞത്. അപ്പൊ പിന്നെ അത് പോയിന്റ്, അത് ഓൾറെഡി പബ്ലിക്കലി കിടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്, അല്ലെ? ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന ഓരോ പ്രോഡക്ട്സിന്റെ സ്റ്റിറോയിഡ് ഉള്ള കണ്ടന്റുകൾ നോക്കി പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? ആൻഡ് ഈ ക്ലിനിക്ക് സത്യം പറഞ്ഞ ഒരു നിസ്സഹായ അവസ്ഥയിലാണ്. അവര്
അവരുടേതായിട്ടുള്ള തിരക്കുകളും അങ്ങനെ ഒരു എത്തിക്സിൽ അവർ കുറച്ച് അത് ഗ്രോപ്പ് ആയിട്ട് പോകാനൊക്കെ ഉണ്ട്. ആ ഒരു വെയിൽ പോകുമ്പോഴത്തേക്കിന് അവരൊട്ടും പ്രതീക്ഷിക്കാതാണ് ഇതുപോലെ ഒരാൾ വന്നിട്ട് ഇത്രയും വലിയ കോലാഹലങ്ങൾ അവിടെ ഉണ്ടാക്കുന്നത്. എന്തിൻ്റെ പേരിൽ? ഞാൻ യൂട്യൂബർ ആണെന്നുള്ളൊരു പേരിൽ. എടി ഇത് നമ്മുടെ ഒരു ജോലിയാണ്. അതിനപ്പുറത്തോട്ട് ഇത് മറ്റേ നമുക്ക് എഴുതി കിട്ടിയേക്കുന്ന വലിയ പട്ടമൊന്നുമല്ല. ഇത് വെച്ച് നമുക്ക് എന്തും ചെയ്യാന്നുള്ളൊരു ലൈസൻസ് കാര്യങ്ങളല്ല. ഇത് നമ്മൾ ആവശ്യമുള്ള സമയങ്ങളിൽ വേണം, ആവശ്യമുള്ളിടത്ത് വേണം ഇത് ഉപയോഗിക്കാൻ. ഇങ്ങനെ മിസ്യൂസ് ചെയ്യുമ്പോഴത്തേക്കിന് ഇത് എല്ലാ ക്രിയേറ്റേഴ്സിനും കൂടെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. ഓക്കെ, ഞങ്ങൾ എഴുതി ചേർക്കണോ? എന്താ ഇത്? ഞാൻ പറയട്ടെ, ഞാൻ ഇത് ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന ഒരു യൂട്യൂബ്, ഒരു ഊബർ, ഒരു ഗൂഗിൾ പേ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. സത്യം വിശ്വസിക്കണം. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ നാട്ടിലോട്ട് വന്നത് എനിക്കറിയാവുന്ന എന്റെ പണി നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഇതിനൊരു പാഷനായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. നാട്ടിൽ ആവശ്യമില്ലാത്ത സാധനം എഴുതി കൊടുക്കാറില്ല. പക്ഷേ ഓരോരുത്തർ പ്രശ്നമായിട്ട് അവർ വരുമ്പോൾ ആ പ്രശ്നം ഗുരുതരമാണെങ്കിൽ അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ പറയും. അതിനനുസരിച്ചുള്ള എക്സ്പെൻസ് വരും. പ്രശ്നം ഗുരുതരം അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ വളരെ ലൈറ്റ് ആയിരിക്കും, അതിന് വലിയ ചിലവ് ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങളെ പോലത്തെ ഒരു ബ്രാൻഡ് കൃത്യമായിട്ട് ആൾക്കാരെ ഗൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ കൂടെ ഞാൻ പോകുന്നു. കാരണം ഇപ്പോൾ ഒരു കമ്പനി ഇങ്ങനെയൊക്കെ വലുതാവുന്ന സമയത്ത് നമുക്ക് ഓപ്പറേഷൻ ടീമുണ്ട്, IT ടീമുണ്ട്, അക്കൗണ്ട്സ് ടീമുണ്ട്, ഇതുണ്ട്. നിങ്ങൾക്ക് വേറൊരു കാര്യം പറയാം, ഞാൻ എവിടെയെങ്കിലും ഞാനോ എന്റെ ടീമോ എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞങ്ങൾ അക്കൗണ്ട്സ് ടീമിനെ മൊത്തം ചെകഞ്ഞ് മനസ്സിലാക്കി എല്ലാത്തിനും ബില്ല് കൊടുത്തിട്ടുണ്ട്. ആള് ചെയ്തിരിക്കുന്ന എല്ലാ പ്രൊസീജിയേഴ്സും, വാങ്ങിച്ചിരിക്കുന്ന എല്ലാ പ്രൊഡക്ട്സിന്റെയും എല്ലാം കൊടുത്തിട്ടുണ്ട്. 30-ാം തീയതി എന്റെ അടുത്ത് വന്നിട്ട് അവർ ഞങ്ങളുടെ അടുത്ത് നിൽക്കുന്ന സപ്ലിമെന്റ്സ്, എന്താ പറയുക, പൊട്ടിക്കാത്ത സപ്ലിമെന്റ്സ് അവരുടെ ഭാഗത്തുനിന്ന് അവർക്ക് ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയെന്ന് അറിയാനെ കൊണ്ട് അവർ തന്നെ പരസ്പരം അങ്ങോട്ടും കൊണ്ട് ചെക്ക് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ കല്യാണിയുടെ ഭാഗത്തുനിന്ന് എന്ത് കാര്യമാണ് വന്നിട്ടുള്ളത്? ഓക്കെ, ഇത്രയും നാളായിട്ട് കുറേ ഫേക്ക് പ്രൊഡക്ട്സ് ആൾക്കാരിലോട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആർക്കസംഖ്യ മുടക്കിയിട്ട് ചികിത്സിക്കാൻ നിങ്ങളുടെ കയ്യിൽ പൈസയുണ്ട്. എന്നാൽ നിങ്ങൾ ഇത്തരത്തിൽ ഈ പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇത് പിന്നീട് കാണുന്ന തൻ്റെ ഓഡിയൻസ് ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതിൻ്റെ പേരിലാണല്ലോ വാങ്ങിക്കുന്ന പറഞ്ഞിട്ട് അവർക്ക് പിന്നീട് എന്തെങ്കിലും ഇത് ത്രൂ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ഈ മുടക്കാൻ ആർക്കസംഖ്യ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ ചിന്തിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്കിന് അവർ ഇനി അഥവാ ഇത്തരത്തിലൊരു മിസ്റ്റേക്ക് പറ്റിയെന്നുള്ളത് അവർ തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ എത്ര കാര്യങ്ങൾ നിങ്ങൾ സ്വയമേ ചെക്ക് ചെയ്തു? ചെയ്തിരിക്കുന്ന പ്രൊസീജിയേഴ്സ് മറ്റുള്ള സ്ഥലത്ത് ഈ പറഞ്ഞ ഒരു ചെലവ് കുറവായതുകൊണ്ട് നിങ്ങൾ കാശ് തിരിച്ചു തരണം എന്ന് പറയുന്നത് ന്യായമാണോ? അല്ല. അത് ആ ദേവ് എന്ന് പറഞ്ഞ ആ യൂട്യൂബർ ഞങ്ങളുടെ മാനേജറോട് സംസാരിച്ച മാനേജർ പറഞ്ഞല്ലോ, എല്ലാ കാശും ആദ്യം പറഞ്ഞിട്ടല്ലേ, എന്നാ പിന്നെ ഒന്ന് പുറത്തുപോയി അന്വേഷിച്ചോടെ ഇരുന്നില്ലേ? പിന്നെ ഇത്രയും ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ റേറ്റ് ഉണ്ട്. എല്ലാ ക്വാളിറ്റി ഉള്ള സാധനത്തിനും അത്ര റേറ്റ് ഉണ്ടാവണമെന്നൊന്നുമില്ല. പക്ഷെ when we set certain standard bars in the system, of course every business അങ്ങനെയല്ലേ ഓടാ. ഇവർക്ക് പൈസ തിരിച്ചു കൊടുക്കണമെന്ന്. അപ്പുറത്തെ സ്ഥലത്ത് വില കുറവായതുകൊണ്ട്, പൈസ കുറവായതുകൊണ്ട് ഇവിടുന്ന് ഇത്രയും നാളും ചെയ്തതിന്റെ പൈസ തിരിച്ചു കൊടുക്കണം. അതെന്ത് ന്യായമാണ് അല്ലേ? അടിച്ചേൽപ്പിച്ചു ലോകത്തില്ലാത്ത വില അതിലുണ്ടെന്ന് പറഞ്ഞിട്ട് എത്ര വില എന്നൊന്ന് പറയോ? നമ്മുടെ ജിബി ഫേസ് വാഷ്, സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, ഇത് മൂന്നും. പിന്നെ ഒരു ടാർഗറ്റ് ട്രീറ്റ്മെന്റ് കോസ്മലാൻ, അത് ഞങ്ങളുടെ പ്രൊഡക്റ്റ് അല്ല, ഇത് സ്പാനിഷ് പ്രോഡക്റ്റ്, മീസോ എസ്തറ്റിക്കിന്റെ സ്പാനിഷ് പ്രൊഡക്റ്റ് ആണ്. അത് 16,000 രൂപ എന്തോണം ഞങ്ങളുടെ പ്രൊഡക്റ്റ്. ദർഫോറൈമിന്റെ പ്രൊഡക്റ്റിന്റെ വില, നമ്മുടെ ഫേസ് വാഷിന്റെ വില, ജനറൽ വൈപ്പിംഗ് ഒരു 600-800 അതൊക്കെയാണ്. ഞങ്ങളുടെ ആക്റ്റീവ് ഫേസ് വാഷിന് 450, സൺസ്ക്രീൻ ഒരു 800, ഇതാണ് ഞങ്ങളുടെ വില. അത് ദർഫോറൈമിന്റെ അല്ല, അത് കോസ്മലാൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഡീപിഗ്മെന്റേഷൻ ക്രീമാണ്. ആ ഡീപിഗ്മെന്റേഷൻ ക്രീം മൂപ്പര് ഭർത്താവിനും കൂടെ ഒന്നിച്ച് അത് എക്സ്ഫോളിയേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ അത് പറഞ്ഞ ഒരു ചെറിയ ഡബിൾ ഒരു കൊല്ലത്തോളം നിൽക്കും. അത് സ്പാനിഷ് ആയിട്ടുള്ള ബ്രാൻഡ് മീസോ എസ്തറ്റിക് ഇസ് വെരി പോപ്പുലർ ഇൻ ഇന്ത്യ. എല്ലാ ഡോക്ടർമാരും ഉപയോഗിക്കുന്നതാണ്. നമ്മളടുത്ത് തന്നെ വാങ്ങിച്ചത്. നമുക്ക് ദർഫോറൈമിന്റെ പ്രൊഡക്ട്സിൽ ഒരു വിധത്തിലും അങ്ങനെ മരുന്നല്ല, ദർഫോറൈമിന്റെ പ്രൊഡക്ട്സിനും അങ്ങനെ വിലയില്ല. ഇവർ കോസ്മലാൻ എന്ന് പറഞ്ഞിരിക്കുന്ന അടിച്ചേൽപ്പിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയാം. അടിച്ചേൽപ്പിക്കുന്ന ചെറിയ കുട്ടികളാണ്, കോളേജ് പിടിച്ചിട്ടാണ് എനിക്ക് പറയാൻ പറ്റുമോ? അതെ, മൈവേ കല്യാണി കണ്ടപ്പോഴത്തേക്കിന് ഇങ്ങോട്ട് അടി, നീ നാണ്ട് ഇത് വാങ്ങിച്ചിട്ടുണ്ടല്ലോ ഒറ്റ ഇടിയാൻ തരും പറഞ്ഞ് കുത്തിനെ പിടിച്ച് ഭയങ്കര പ്രശ്നമായിരുന്ന ഒരു മൂടിലാണ് ഇവർ പറയുന്നത്. പിന്നെ അതിൽ കോമഡി എന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോക്ക് ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നതാണ്, എടേ മമ്മൂക്കയായിട്ട് കമ്പാരിസൺ നടത്തിയിട്ട് മമ്മൂക്ക ഇതുപോലെ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടല്ലോ, അതിനൊന്നും കുഴപ്പമില്ലേ, ഇവർ ചെയ്യുന്നതാണോ കുഴപ്പമെന്നുള്ളത്. എടേ മമ്മൂക്ക അന്ന് ഇന്ദുലേഖ വൈറ്റ് എന്ന് പറഞ്ഞൊരു സോപ്പ് പ്രൊമോട്ട് ചെയ്തിട്ട് ഇത് വെളുക്കുന്ന സോപ്പാണെന്നും പറഞ്ഞ് അങ്ങനെ ഒരു ഫേക്ക് ഈ പറയുന്ന സംഭവം കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്യുകയും പിന്നീട് അയാൾക്ക് അനുകൂലമായിട്ട് വിധി വരികയും ചെയ്തിരുന്നു. ഓക്കെ, അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് വന്ന് ഈ കമ്പാരിസൺ നടത്തിയിട്ട് മമ്മൂക്കയായിട്ടൊക്കെ കമ്പാരിസൺ നടത്തിയിട്ട് പറയുന്ന സംഭവങ്ങളാണിത്. മമ്മൂക്ക ചെയ്തതിൽ കുഴപ്പമില്ലല്ലോ എന്നുള്ളത്. മമ്മൂക്ക ചെയ്തതിൽ കുഴപ്പമുള്ളത് കൊണ്ട്, ആ ഒരു അഡ്വർടൈസ്മെന്റിന് കുഴപ്പമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പരാതി കൊടുത്തേക്കുന്ന ആൾക്ക് അനുകൂലമായിട്ട് വിധി കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഞാൻ ആ കമന്റിൽ തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ചേച്ചി പറഞ്ഞു തന്നെ MBBS കഴിഞ്ഞ് കോസ്മെറ്റോളജിയും ഡെർമറ്റോളജിയും 6 മാസത്തെ കോഴ്സ് കഴിഞ്ഞിട്ടാണ് അവർ ഇരിക്കണേ എന്നുള്ളത്. MBBS ഒരു ക്വാളിഫിക്കേഷൻ അല്ലേ? എന്താ നമ്മൾ വ്യാജ ഡോക്ടർ എന്നല്ല കുട്ടി പറഞ്ഞത്. വെറും MBBSും BDSും എല്ലാം ചെയ്ത് 6 മാസത്തെ കോഴ്സ് കഴിഞ്ഞ് വന്നു എന്നുള്ളത്. പിന്നെ എന്നെ മൂപ്പര് അന്ന് ചീത്ത വിളിച്ച സമയത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ഫോറിൻ ഡിഗ്രി ആളല്ലേ എന്നുള്ളത്. വളരെ മോശമായിട്ട് സംസാരിച്ചു. മോശമായി സംസാരിക്കുന്നതിന് അസഭ്യമായ ഭാഷയല്ല എന്ന് വെച്ചാൽ എന്നെ തെറി വിളിച്ചിട്ടില്ല. തെറി വിളിച്ചിട്ടില്ല. പക്ഷെ ഒരു ആണ് തെറി വിളിക്കാതെ തന്നെ ഒരു ഡോക്ടറിനോടോ ഒരു സ്ത്രീനോടോ കൈ ചൂണ്ടി ആക്ഷന് സംസാരിച്ച് ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കുന്നത് മോശമായിട്ടുള്ള പെരുമാറ്റമാണോ?
എനിക്ക് ഇതിന്റെ വേണമെങ്കിൽ ഇതിന്റെ സുഖമായി CCTV ഫുട്ടേജ് അവൈലബിൾ ആണോ? അനന്തു ഒരു മിനിറ്റ് എനിക്ക് സുഖമായിട്ട് വേണമെങ്കിൽ പോലീസോട് പോയി കംപ്ലൈന്റ് ചെയ്യാലോ എന്നെ തെറി വിളിച്ചു എന്നുള്ളത്. അതെ. എന്ത് വേണമെങ്കിലും എനിക്ക് പറയാലോ. ഒരു ഡോക്ടറിനെ വന്നിട്ട് ഒരാൾ തെറി വിളിച്ചു എന്നുള്ളത് അതെ. സത്യസത്യമായിട്ട് പറഞ്ഞാൽ തെറിയൊന്നും വിളിച്ചിട്ടില്ല. പക്ഷെ അത് വളരെ മോശമായിട്ടെന്ന് മാത്രമല്ല ഒരു ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ വന്നൊരു ക്ലിനിക്കിൽ വന്നിട്ട് മെറ്റാ ക്ലാസ് നിങ്ങൾ വന്നു, നാട്ടുകാർ വന്നു, സാധാരണക്കാർ വന്നു, മെറ്റാ ക്ലാസ് അതിനൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാത്തൊരു മനുഷ്യനായിരിക്കും വിചാരിക്കുക. ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ മെറ്റാ ക്ലാസ് വന്നിട്ട് ഇതെല്ലാം ചെയ്യുന്നത് ശരിയാണോ? ഇതിന്റെ CCTV ഫുട്ടേജ് അന്ന് അങ്ങനെ ഒന്ന് ഷോ കാണിക്കുന്നതിന്റെ ഓഡിയോ കാണത്തില്ല, CCTV ഫുട്ടേജ് കാണത്തില്ലേ ഈ കിടന്ന ബഹളം വെക്കുന്നതിന്റെ? ബഹളം വെക്കുന്ന എന്റെ കൺസൾട്ടേഷൻ റൂമിലല്ലേ? അവർ 30-ാം തീയതി എന്റെ ക്ലിനിക്കിൽ വന്ന് പോയിട്ടുണ്ടെന്നുള്ള തെളിവാണോ വേണ്ടത്? അത് പിന്നെ CCTV ഫുട്ടേജ് ഇപ്പൊ ഉണ്ടായിരിക്കും. ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഇവരൊരു വീഡിയോ വെച്ചിട്ടുണ്ടാവില്ല, അത് ഏത് ഡേറ്റ് ആണ്? ജൂൺ 1 ജൂൺ 1 ആണല്ലേ? അതിന്റെ CCTVയുടെ ഫുട്ടേജിൽ അവർ കാണിക്കുന്നത് ഏറ്റവും റൈറ്റ് സൈഡ് മേലത്തെ ഓക്കെ, ഞാൻ കണ്ടില്ല, ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. അവർ പുറത്തെ വീഡിയോ അവരല്ലേ മറ്റേ അതുകൊണ്ടല്ലേ എന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ കൊടുക്കേണ്ട അവസ്ഥ വന്നത്. ഇവർ മാമിന്റെ സംസാരിച്ചെന്നാ മെയ് 30 മെയ് 30 ശനിയാഴ്ച അന്നാണ് ഈ മോശമായിട്ട് സംസാരിക്കുന്നത്. കറക്റ്റ് വളരെ നന്നായിട്ടുള്ള ഒരു സംസാര രീതി. എന്താ പറയുക 30-ാം തീയതി എന്താ പറയുക ഞാൻ എന്നോട് സംസാരിച്ച ഫുട്ടേജ് എവിടെ? അത് മെറ്റാ ക്ലാസ് ഷൂട്ട് ചെയ്ത ഫുട്ടേജ് എവിടെ? അതേ ചോദിക്കണം. ഡോക്ടറുടെ ഭാഗം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടാണ് പുള്ളിക്കാർ ഇവിടെ പറയുന്നത്. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് വേണമെങ്കിൽ ഇതുപോലെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇതുപോലെ ഒരാൾ വന്നിട്ട് എന്നെ തെറി വിളിച്ചു എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാമല്ലോ. അത്രത്തോളം തരം താഴാനെ കൊണ്ട് ഇവരാരും തയ്യാറായിട്ടില്ല. അവർ പറഞ്ഞൊരു കാര്യം, ഇവർ ആ ഒരു ഡ്രസ്സൊക്കെ ആ ഒരു കോട്ടൊക്കെ മാറ്റുന്ന സമയത്തേക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വിസിബിൾ ആവും. സോ അത് യൂസ് ചെയ്യാൻ ആ ക്യാമറ ഇത് മെറ്റാ ഗ്ലാസ് യൂസ് ചെയ്യാൻ പാടില്ല, ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ അവർ പറഞ്ഞത് അവരുടെ ജെനുവിൻ കൺസേൺസ് അല്ലേ. എന്നിട്ട് ഇവർ പറയുന്നു ഇത് അവരുടെ ഈ കൺസൾട്ടിങ് റൂമിനകത്തുള്ള CCTV ക്യാമറയിലെ വിഷ്വൽസ് പുറത്തു വിടാനെ കൊണ്ട്. എന്ത് ബോധമുണ്ട് ഇവർക്ക്? ഇത് ഡോക്ടറിനെ കാണാൻ പോകുന്ന സമയത്തേക്ക് എവിടേക്കാണോ നമുക്ക് പ്രോബ്ലം ഉണ്ടാവുക അതൊക്കെ നമ്മൾ കാണിക്കേണ്ടി വരില്ല. അപ്പോൾ ഇതൊക്കെ ഇത് ഷൂട്ട് ചെയ്ത് അതിനകത്ത് അങ്ങനെ വെക്കാൻ പറ്റുന്നൊരു സംഭവമാണോ? ഒന്ന് ആലോചിച്ച് നോക്കണ്ട. ഇത് കള്ളങ്ങൾ പറയുമ്പോഴത്തേക്കിനെ കുറച്ചുകൂടെ വിശ്വസനീയമായിട്ടുള്ള രീതിയിൽ വേണ്ടേ പറയാനെ കൊണ്ട്, അല്ലേ? ബാക്കി കേൾക്കാം. പോലീസിനെ ആദ്യം വിളിച്ചു എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതെന്താ അവർ റിലീസ് ചെയ്തിരിക്കുന്ന ആ മെറ്റാ ക്ലാസ് ഷൂട്ട് ചെയ്തിരിക്കുന്ന ബ്ലർ ചെയ്തിരിക്കുന്ന വീഡിയോയിൽ ഞങ്ങളുടെ ഡോക്ടർ വന്ന് പറയുന്നത് ജയൻ സർ പറഞ്ഞു ഞാൻ കേട്ടു DYSP ആരോ സംതിങ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കൊടുത്തു പറയുന്നത്. ഞങ്ങളായിരുന്നു വാസ് ഇൻ ടച്ച് വിത്ത് പോലീസ്. കോൺസ്റ്റബിൾസ് ആണെങ്കിൽ ഞങ്ങൾ വിളിച്ചു പറയിപ്പിച്ചിട്ട് അവിടെ പോലീസ് സ്റ്റേഷനിൽ വിട്ടു. അല്ല അത് ഞാൻ ചോദിക്കുന്നത് കംപ്ലൈന്റ് ആയിട്ട് പോയിട്ടില്ല, പക്ഷെ നമ്മൾ അത് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം മൂവ് ചെയ്തു, അത്രേ ഉള്ളൂ. കംപ്ലൈന്റ് ആയിട്ട് കറക്റ്റ് താൻ പറഞ്ഞതാണ് വളരെ കറക്റ്റ്. കംപ്ലൈന്റ് ആയിട്ട് ഞങ്ങൾ ലീഗലി രജിസ്റ്റർ ചെയ്യാൻ മാത്രം ഇതിലുണ്ടോ? അതിന് അവർ കംപ്ലൈന്റ് ആയിട്ട് ലീഗലി രജിസ്റ്റർ ചെയ്തിട്ടില്ല, എന്നാൽ പോലീസ് സ്റ്റേഷൻ വിളിച്ചിട്ട് കാര്യം പറഞ്ഞ ഇവരോട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുകയാണെന്നുള്ള രീതിയിൽ ഇത് ഇവർ തന്നെ ഇവരുടെ അതായത് മൈവേബെ കല്യാണി തന്നെ പുറത്ത് വിട്ടേക്കുന്ന ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. ഞാനപ്പോൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറയാൻ വിട്ടുപോയതാണ്. നമുക്ക് ആ ഒരു പോർഷൻ ഒന്നുകൂടെ കേൾക്കാം. ഇവിടെ ACP അവരെ വിളിച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ലീഗലി മൂവ് ചെയ്തോളൂ എന്ന് പറഞ്ഞേക്കുന്ന ഒരു സംഭവം ആ ക്ലിനിക്കിന്റെ സൈഡിൽ നിന്നാണ് വന്നേക്കുന്നത്. അപ്പം ക്ലിനിക്കാരല്ലേ അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുള്ളത്? ഇവര് ലീഗലി കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും രജിസ്റ്റർ ചെയ്തില്ല എന്നുണ്ടെങ്കിലും ആദ്യം പോലീസുകാരെ കോൺടാക്ട് ചെയ്തേക്കുന്ന ആരാണ്? അപ്പം അതിന് ഇനി നമ്മൾ അതിനകത്ത് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനുശേഷം വന്നേക്കുന്ന CCTV വിഷ്വൽസ് കൂടെ ഒന്ന് പരിശോധിക്കുക. അതിനകത്ത് ഒരു പോലീസ് കോൺസ്റ്റബിൾ വന്നിട്ട് ഇവരെ വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്ന വിഷ്വൽസ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു പോലീസ് കോൺസ്റ്റബിൾ അവിടെ വരേണ്ട എന്ത് ആവശ്യമാണ് അവിടെ ഉള്ളത്? ഇവർ വിളിച്ചിട്ട് വന്നതാണ് എന്നുണ്ടെങ്കിൽ ഇവർക്ക് ആ ക്ലാരിഫിക്കേഷൻ വീഡിയോ ഇട്ടേക്കുന്ന അതിനകത്ത് വേണമെങ്കിൽ ഇവർക്ക് പറയാമായിരുന്നല്ലോ. അവരെന്തുകൊണ്ട് അത് പറഞ്ഞില്ല? ഇവരുടെ മെറ്റയിൽ പതിയാത്ത കാക്കിയായിരുന്നു അത്. ഓക്കെ, അതൊന്നും അതിനകത്ത് പതിഞ്ഞിട്ടില്ല. അത് അവർ അതിനെ പറ്റിയിട്ട് ഒരു കാര്യം പോലും സംസാരിച്ചിട്ടും ഇല്ല. എന്നാൽ ക്ലിനിക്കിന്റെ സൈഡിൽ നിന്ന് അവർ പറയുന്നുണ്ട് ഇവരാണ് അങ്ങോട്ടേക്ക് പോലീസ് സ്റ്റേഷന്റെ ഫസ്റ്റ് കംപ്ലൈന്റ് അത് വിളിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള രീതിയിൽ. അവർ കംപ്ലൈന്റ് ലീഗലി രജിസ്റ്റർ ചെയ്തില്ല എന്നുള്ളതല്ലോ അവർ വിളിച്ചു പറഞ്ഞു. അതാണ് ഇപ്പോൾ ഇവർക്ക് കോൾ വന്നേക്കുന്നത്. ACP വിളിച്ചു, നിങ്ങളെന്നാൽ ലീഗലി മൂവ് ചെയ്തോളൂ എന്നുള്ളത് പറഞ്ഞു. ഓക്കെ, അപ്പം നിങ്ങളാണ് കംപ്ലൈന്റ് കൊടുത്തതെന്നുണ്ടെങ്കിൽ പോലീസുകാർ വന്നിട്ട് നിങ്ങളെ വിളിച്ചിറക്കൊണ്ട് പോകുന്ന ആ സംഭവത്തിന്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് നിങ്ങളുടെ വീഡിയോക്കകത്ത് പറയാം. പക്ഷെ അത് നിങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ ആരാ കള്ളം പറയുന്നത്? ബാക്കി കേൾക്കാം. ആളത് പറയുന്നുണ്ട് ആ വീഡിയോയിൽ. റിലയൻസിന്റെ എന്തോ ഒരു കാര്യത്തിൽ മുംബൈ പോയിട്ടാണ് ഞാൻ എടുക്കാന്നുള്ളത്. കറക്റ്റാ, അത് കറക്റ്റ് തന്നെയാണ്. 8 മാസം മുന്നേ ഉള്ള ഒരു ബില്ല് വേണമെങ്കിൽ ഞങ്ങൾ കൊച്ചി കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് തരാം. എന്നെ വന്ന് കണ്ടത് ശനിയാഴ്ച വൈകുന്നേരം, ഞായറാഴ്ച ഇല്ല, തിങ്കളാഴ്ച ആയപ്പോൾ അവർ വന്ന് പ്രശ്നം ഉണ്ടാക്കി. അത് ശരി, അപ്പൊ എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഒന്ന് ഇവർ അപ്പൊ ബില്ല് തരില്ല എന്നത് സ്ഥാപിക്കുന്നത് മാത്രമാണോ ഇവരുടെ വശം? കാരണം 8 മാസം മുന്നേ ആ ഡോക്ടർ പറയുന്നുണ്ട് ഈ മാസത്തെ ആണെങ്കിൽ ഇപ്പൊ എടുത്തോണ്ട് പോയിക്കോ. അപ്പൊ എന്താ ബില്ല് തരാണ്ട്? അപ്പൊ ബില്ല് എങ്ങനെയാണ് കള്ളത്തരമുണ്ടെങ്കിൽ ഡോക്ടർ പറയാം. വീഡിയോ ഉണ്ടല്ലോ, അത് ഡോക്ടർ പറയുന്നുണ്ടല്ലോ ഈ മാസത്തെ ആണെങ്കിൽ ഇപ്പൊ തരാം. 8 മാസം മുന്നേ ഉള്ള ഓഫീസിൽ നിന്ന് എടുക്കണ്ടേ? ഒരു ഹോസ്പിറ്റലിൽ ഒരു മെഡിക്കൽ റെക്കോർഡ് സിസ്റ്റത്തിൽ നിന്ന് ഒന്ന് എടുക്കണ്ടേ? അവർക്ക് ബില്ല് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? എക്സാക്ട്ലി എന്റെ ചോദ്യം അതാണ്. ബില്ല് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഒന്നും ബില്ലിൽ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണോ? അപ്പൊ ഞാനേ തിരിച്ച് രജിസ്റ്റേർഡ് പോസ്റ്റ് അയച്ചിരുന്നു അവർക്ക്, സെയിം ദാറ്റ് ഞങ്ങൾ എല്ലാം തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തൊരു ബില്ല് തരണം, അത് സ്പെസിഫിക്കലി തരാം. നിങ്ങൾ ഈ പകുതി ബില്ല് തന്നു എന്ന് പറഞ്ഞല്ലോ, ബാക്കി പകുതിയുടെ നിങ്ങൾ പേയ്മെന്റ് ഡേറ്റ്സ് തരണമെങ്കിൽ അത് ഞങ്ങൾ പ്രോസസ് ചെയ്ത് തരാം. നമുക്ക് മനസ്സിലാവണില്ല അവർ. അപ്പൊ അല്ല, മുഴുവൻ ബില്ല് വേണോ? തരാം. മുഴുവൻ ബില്ല് രജിസ്റ്റേർഡ് ആയിട്ട് തരണോ? അത് ഇമെയിൽ ആയിട്ട് തരണോ? ഇമെയിൽ ആയിട്ട് തരണമെങ്കിൽ ഇമെയിൽ അഡ്രസ് നിങ്ങൾക്ക് അയക്കൂ.
ഇത് ഇത് ഇതിന്റെ പ്രൂഫ് ഉണ്ട് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ ഐ മീൻ മെയിൻ എനിക്ക് തോന്നി ഇപ്പൊ എന്റെ ഫോണിൽ ഉണ്ടാവും നോക്കട്ടെ എന്റെ ഫോണിൽ 29 May I would like to inform the doctor in the first consultation will begin at 11:30. Right, I had contacted her on 22nd for arranging an online meeting. These are the conversation I had with Jivalakshmi. Okay, go for. അത് ഒരു സെന്റൻസ് ഉണ്ട്. In order to avoid any misunderstanding and to ensure that we provide the precise documents requested by you via the email, please I'm requesting you to send in the email എന്നുള്ളത്, which is the registered email address ഇല്ല അവിടെ. കാരണം ഇനി ഹാർഡ് കോപ്പി തന്നിട്ട് കിട്ടിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവർക്ക് ഒരു ഇമെയിൽ രജിസ്റ്റർഡ് ഇമെയിൽ അല്ലാണ്ട് എവിടെയോ അവരുടെ ഇമെയിൽ പണ്ട് ജീവ ലക്ഷ്മി എന്നുള്ള ഒരു അഡ്രസ്സോട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല വി കൻ ഷോ യു ഇനഫ് ആൻഡ് മോർ എവിഡൻസ്. അതേ കൂട്ടി പ്ലീസ് അതൊന്ന് വേഗം എന്ത് വേണമെങ്കിലും തരാം. ഇത് വിഷയമേ അല്ല അനന്തു, ബട്ട് ദിസ് ഇസ് ടൈം കൺസ്യൂമിംഗ്. ഇന്നത്തോടെ ഐ വിൽ നോട്ട് ബി ഏബിൾ ടു സ്പീക്ക് ടു എനി മോർ ഓഫ് യൂട്യൂബേഴ്സ്. കാരണം അനന്തു പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഇത് ഭയങ്കര ഒരു ടയറിംഗ് പ്രോസസ്സാണ്. ഒരാൾ നുണ പറയുന്നു, നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. നുണ പറയുന്നത് നമുക്ക് പണിയുണ്ട്. ബിക്കോസ് അത് ഈ പറഞ്ഞ മാതിരി ആളെ കൊല്ലാൻ ശ്രമിക്കുക, റേപ്പ് കേസൊക്കെ ആണെങ്കിൽ പോലീസിനെ കൊണ്ടുപോയിക്കോട്ടെ. ഇത് ബില്ലിന്റെ കേസോ, അതിന് ഇത്ര വലിയ ചർച്ച ആവേണ്ട ആവശ്യമൊന്നുമില്ല. ആ ബില്ല് തന്നിട്ടില്ല എന്നുള്ള ഒരാളെ റേസ് ചെയ്യണതിന് നാട് മൊത്തം ഇളകേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഞാൻ വേറെ കാര്യം പറയാം. ആ കുട്ടി വീഡിയോയിൽ പറഞ്ഞല്ലോ ലീഗിൽ ഞാൻ മൂവ് ചെയ്തു എന്നുള്ളത്. ഇതൊന്നും ആദ്യം ചെയ്യുന്നില്ലേ? എന്തിനാ വെറുതെ വീഡിയോ ഇട്ടതെന്ന് സാമാന്യം ബോധമുള്ള ഒരാൾ ചോദിക്കുന്ന കാര്യങ്ങളല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ആദ്യം അങ്ങനെ ചെയ്യുന്നില്ലേ? എന്തിനാ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി കോലാഹലം ഉണ്ടാക്കിയത്? എന്റെ മുഖത്ത് പൊള്ളി പാടുണ്ട്, ഞാൻ ഇതായെന്നും പറഞ്ഞിട്ടല്ലോ വീഡിയോയിൽ വന്നത്. ബില്ല് തന്നിട്ടില്ല, ഞങ്ങൾ വ്യാജന്മാരാണെന്നല്ലേ പറഞ്ഞത്. അതിപ്പോ ഈ പറഞ്ഞ പോലെ തിരിച്ച് ഓരോന്ന് ഞങ്ങൾ തെളിയിക്കേണ്ട ആവശ്യമുണ്ട്. വ്യാജന്മാരല്ലാന്നൊന്നും ഞാൻ തെളിയിക്കാൻ നടക്കുന്നില്ല. അതൊക്കെ എന്താ പറയുക, ഹെൽത്തുകാർ വന്ന് നിങ്ങൾ പിടിക്കട്ടെ. ഞാൻ ഇത്രയും നാൾ ജോലി ചെയ്തിട്ട് ഞാൻ വ്യാജനല്ല എന്ന് തെളിയിക്കേണ്ട ആവശ്യം എനിക്കില്ല. അത് എന്റെ ദൈവം സഹായിച്ചിട്ട് നമ്മുടെ ക്ലയൻസും നമ്മൾ ഇത്രയും ഇതാണ്. ഞാനൊരു ഡോക്ടർ അല്ല, MBBS ഡോക്ടർ, ഞങ്ങളുടെ അടുത്ത് എല്ലാവരും വ്യാജ ഡോക്ടർമാരാണ് എന്നുള്ളതൊന്നും ഞാൻ തെളിയിക്കാൻ പോകില്ല. കാരണം അതൊക്കെ ശരിയല്ല. കാരണം ഇതൊരു മനുഷ്യനെ എന്താ പറയാ ഒരു കളിയാക്കണ പോലെയാണോ? ഇത് ഒളിച്ചും പാത്തിട്ടാണോ ഞാനിവിടെ ജോലി ചെയ്യുന്നത്? 3 months കൂടി ഞാൻ റിവ്യൂ ചെയ്യേണ്ട ആവശ്യമുള്ളൂ എനിക്ക്. ആ കുട്ടിനെ എല്ലാ മാസം എനിക്ക് കുട്ടിനെ കാണേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ മാസം അതിന് മുന്നത്തെ മാസം പോയിരിക്കുന്ന എല്ലാ ടിക്കറ്റ്സും കാണിച്ചു തന്നാൽ മതിയോ? ഞാനിപ്പോ എന്റെ ലാസ്റ്റ് ട്രിവാൻഡ്രം വിസിറ്റ് വാസ് ലാസ്റ്റ് സാറ്റർഡേ. അപ്പൊ എല്ലാ മാസം ഞാൻ വരുന്നു എന്നുള്ളത് ആ കുട്ടിയെ തെളിയിക്കണം. ആ കുട്ടിയെ കാണേണ്ട സമയത്തല്ലേ ഞാൻ കണ്ടുള്ളൂ. എല്ലാ മാസം വരുമ്പോൾ എല്ലാ ക്ലയൻസും ഞാൻ കാണും. ഓരോ സ്റ്റേജ് ഞാൻ മുന്നോട്ട് അവരുടെ ട്രീറ്റ്മെന്റ് പ്രോഗ്രസ് ചെയ്യേണ്ട സമയത്തല്ലേ ഞാൻ കാണേണ്ട ആവശ്യമുള്ളൂ. അതോടെ കഴിഞ്ഞോ? ചോദ്യങ്ങൾ കഴിഞ്ഞോ? ഈ പറഞ്ഞേക്കുന്ന ഇത്രയും കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് ഈ പറയുന്ന മൈവേ ബൈ കല്യാണിക്ക് ഒരു മറുപടി ഉണ്ടോ? വിത്ത് ക്ലാരിറ്റിയിൽ എവിഡൻസോട് കൂടി തന്നെ. ഇനിയിപ്പോൾ കുറച്ച് ആൾക്കാർ വന്ന് പറയുന്നുണ്ട് ചേച്ചി ഉയരാണ്, ചേച്ചി അടിപൊളിയാണ്, ചേച്ചിയെ പറ്റി എന്തിനാണ് പറയുന്നതൊക്കെ കുറച്ച് ആൾക്കാർ ചോദിക്കുന്നല്ലോ. എടേ, വെറുതെ നിങ്ങളുടെ ചേച്ചി വെറുതെ ഒരു വീഡിയോ ഇട്ടതിൽ നമ്മൾ വെറുതെ വന്നിട്ട് ചുമ്മാ വന്ന് പറഞ്ഞേക്കുന്നതല്ല. ഒരു ക്ലിനിക്ക് 10-15 വർഷമായിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ഇവരെക്കാൾ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ഫെയിമുള്ള ആളുകൾ തന്നെ വന്ന് അവിടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്, കൺസൾട്ട് ചെയ്യുന്നതൊക്കെ ചെയ്യുന്നതാണ്. ഓക്കെ, ഇവരെ പരിചയമുള്ള ഇവിടെ കൺസൾട്ട് ചെയ്യുന്ന ഓരോ ആൾക്കാരും വന്ന് പറയുന്ന കാര്യങ്ങൾ ഇവർക്ക് എത്തിക്സോട് കൂടി തന്നെ കീപ്പ് ചെയ്യുന്ന കാര്യമാണ്, ട്രസ്റ്റിൻ്റെ മുകളിൽ ബിൽഡ് ചെയ്ത് പോകുന്നൊരു പ്രസ്ഥാനമാണ് എന്നുള്ള നിലയിലേക്ക് തന്നെയാണ് പറയുന്നത്. അങ്ങനെയുള്ളപ്പം അവരുടെ ഭാഗത്ത് എന്ന് കരുതിയിട്ട് പ്രശ്നം വരില്ല എന്നുള്ളതല്ല. അങ്ങനെ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയണം. പക്ഷേ ഇവിടുത്തെ കാര്യത്തിൽ ഇവിടെ മൈവേ ബൈ കല്യാണിയുടെ ഭാഗത്ത് വന്നേക്കുന്ന വലിയ വീഴ്ചകൾ തന്നെയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡോക്ടറിന് കൃത്യമായിട്ട് ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു മറുപടി കൊടുക്കാൻ പറ്റണം. ഓക്കെ, വിത്ത് ക്ലാരിറ്റിയിൽ തെളിവോട് കൂടി തന്നെ. അല്ലാതെ നിങ്ങൾ എന്തിനാണ് രണ്ട് സൈഡും കേൾക്കാതെ മറ്റേത് മറിച്ചതെന്ന് പറയുമ്പോഴത്തേക്കിന് ഈ ചേച്ചി എന്തിനാണ് പറയാൻ, ഞങ്ങളുടെ ചേച്ചിയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചേച്ചിയോട് പോയി പറഞ്ഞാൽ ഇതിനൊക്കെ മറുപടി പറയാനൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സ്ഥാനത്തെ ഇത്രയും ഡിഫെയിം ചെയ്യുന്ന തരത്തിലുള്ള സംഭവം പറഞ്ഞിട്ട് പബ്ലിക്കിൽ കൊണ്ടിടുമ്പോഴത്തേക്കിന് നമ്മൾ പബ്ലിക്കായിട്ട് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരു സാധനം നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങൾ ഈ ചേച്ചി ഉയരുക എന്തിനാണ് പറയുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഈ കമൻറ്റ് വന്നിടുന്ന നിങ്ങളുടെ കൂട്ട് തന്നെ അഭിപ്രായം നമുക്കും ഉണ്ട്. നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നു, നിങ്ങൾക്ക് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യുമോ, മേക്ക് ഡോളേഴ്സ് എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. ഇത് എല്ലാവരുടെ കയ്യിലും മൊബൈലും വായിലും നാക്കുമല്ലേ കിടക്കുന്നത്. നമ്മളത് കാണുമ്പോഴത്തേക്കിന് നമ്മളത് പറയാം. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മളത് പറയാം. അത് മൈവേ ബൈ കല്യാണം എന്നാണെന്നല്ല, എത്ര അന്ത ഫാൻസ് പുറകെ വന്ന് ജയ് വിളിച്ചെന്ന് പറഞ്ഞാലും ശരി, നമ്മളത് പറയും. ഓക്കെ, ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാനും കയറുന്നതായിരിക്കും സുഹൃത്തുക്കളെ, നമുക്ക് ബാക്കി കേൾക്കാം. എനിക്കൊന്നും പറയാനില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട് ആ കുട്ടിയുടെ കാര്യം ആലോചിച്ചു. കാരണം ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ എന്തോരം പേരെ വിളിക്കുന്ന കുട്ടിനെ ചീത്ത വിളിച്ചിട്ടെന്നറിയോ? ഒരു മനുഷ്യന് ഒരു പരിഗണന കൊടുക്കണമെങ്കിലേ എനിക്ക് സത്യം പറയാൻ സങ്കടം വരുന്നുണ്ട്. കാരണം അവരൊരു ബുദ്ധിമോശം അത് ഈ കുട്ടി എന്നുള്ളതല്ല. എത്രയോ യൂട്യൂബേഴ്സും എത്രയോ ഇൻഫ്ലുവൻസേഴ്സ് എന്തൊക്കെ വിളിച്ചു പറയുന്നു, അസഭ്യമായ ഭാഷ ഉപയോഗിക്കുന്നു. ഈ നാട്ടിൽ അതിനൊക്കെ ഒരു റെഗുലേഷൻ റെസ്ട്രിക്ഷൻ ഇല്ലേ? ഈ കോണ്ടന്റുകളെല്ലാം കൺസ്യൂം ചെയ്യുന്ന അടുത്ത ജനതയ്ക്ക് എവിടേക്ക് അതൊക്കെ നയിക്കണേ? ഞങ്ങളെ പോലത്തെ ഒരു എന്താ പറയാ, ഒരു എഡ്യൂക്കേറ്റഡ്, ഒരു എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, ഒരു സൗകര്യമുള്ള ആളുകൾ, അത് ഏതൊരു യൂട്യൂബർ പറഞ്ഞത് കറക്റ്റാ. ഇതെല്ലാം ഉപയോഗിച്ചിട്ട് സ്കിൻ ട്രീറ്റ്മെന്റിൽ വന്നിട്ട് ഒരു ക്ലിനിക്കിൽ വന്നിട്ട് ഇതെല്ലാം ട്രീറ്റ് ചെയ്യുന്ന കാശ് അവരുടെ കയ്യിൽ ഉണ്ടാവും, സാധാരണക്കാരിൽ ഉണ്ടാവോ? ഇല്ല. അപ്പൊ അത് പറഞ്ഞ നമ്മളെ പോലത്തെ ആളുകളൊക്കെ ചിലപ്പോൾ രക്ഷപ്പെടും. ദുബായിലാണെങ്കിൽ ഇത് നടക്കുമോ? മിഡിൽ ഈസ്റ്റ് ആണെങ്കിൽ ഇത് നടക്കുമോ? എപ്പൊ കൊണ്ടേന്ന് വെച്ചാൽ മതിയല്ലോ യൂട്യൂബറിനെ. അപ്പൊ there has to be regulations. സത്യം, എത്രയോ പ്രോഡക്ട്സ് ആണ് ഇവർ ഫേക്ക് ആയിട്ടുള്ള ഓരോ സാധനം എടുത്ത് പ്രൊമോട്ട് ചെയ്തേക്കുന്നത്. അത് എല്ലാം കൂടെ വാരി തേച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അതിൽ കൂടുതൽ കുറച്ച് പ്രോബ്ലംസ് കൂടി ഉണ്ട്. അതിനോടൊക്കെ തന്നെയാണ് ട്രീറ്റ്മെന്റിന് പോയേക്കുന്നത്. ഇതെല്ലാം ഇനി ഡോക്ടറെ അടുത്ത് പുറത്ത് പറയാൻ പറ്റുമോ അവർക്ക്? ആലോചിച്ച് നോക്കൂ. എന്നിട്ട് പറഞ്ഞേക്കുന്നത് ഇതിന് മാത്രമാണ്, ഇവിടുത്തെ പാടിന് മാത്രം, ഇതിന് മാത്രം ലക്ഷങ്ങളാവുമോ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇത്തരത്തിൽ ഈ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇതിന് റെഗുലേഷൻസ് ഉണ്ടാവണം എന്നുള്ള പറയുന്നുണ്ടല്ലോ. ഇത്തരത്തിൽ ഒരുപാട് എനിക്ക് പരിചയമുള്ളത് അല്ലാത്തതായിട്ടുള്ള ഒരുപാട് ക്രിയേറ്റേഴ്സിന് ഇത്തരത്തിൽ നിറയെ
ഇത്തരത്തിൽ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം എനിക്ക് കൂടുതലും വരുന്നത് ഇൻസ്റ്റഗ്രാമിലാണ്. യൂട്യൂബിൽ എനിക്ക് ഈ അടുത്ത് തന്നെ 1-2 എണ്ണം വന്നതേ ഉള്ളൂ. അതെല്ലാം നമ്മൾ യൂട്യൂബിൽ അത് വേണ്ടാന്ന് വെച്ചാണ് കാര്യം, അതിനകത്ത് വിശ്വസിക്കാൻ പറ്റുന്ന സംഭവങ്ങളല്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ഇൻസ്റ്റയിൽ കൂടുതലും വരുന്നത് മറ്റേ ഗെയിമിങ്, ഈ ഗാംബ്ലിങ്ങിൻ്റെ കുറേ സംഭവം കാര്യങ്ങളൊക്കെയാണ്. നമുക്കതൊക്കെ വേണമെങ്കിൽ അത് ചെയ്തിട്ട് നമുക്ക് നല്ല പൈസ കിട്ടും, നമുക്കതൊക്കെ ചെയ്തു പോയാൽ മതി, നല്ല ചിക്കിളി കിട്ടും. ഒരു മാസം കൊണ്ട് നമ്മൾ യൂട്യൂബിന് കിട്ടും, നമ്മളൊരൊറ്റ ദിവസം അവരുടെ ഒരൊറ്റ വീഡിയോ ചെയ്ത് നമുക്ക് അതിനകത്തുനിന്ന് കിട്ടും. ഓക്കെ, നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ആൾക്കാരെ പറ്റിച്ചിട്ട് ചെയ്യുക. ഇത് ഞാൻ മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ ക്രിയേറ്റേഴ്സിനും ഇത്തരം പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ട് അതിനകത്ത് തൻ്റെ ഓഡിയൻസിൻ്റെ അടുത്ത് കുറച്ച് ഇത് തോന്നുന്ന ആൾക്കാർ അത് നോക്കി കണ്ട് മാത്രമേ അത് ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങളുടെ ഭാഗത്ത് അത് ഉണ്ടാവാതെ വന്നിട്ട് ഈ രീതിയിൽ പിന്നീട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നില്ല, പൈസ തന്നില്ല, അപ്പുറത്തൊന്ന് ഫ്രീ ആയിട്ട് തന്നു, അതുകൊണ്ട് ഇപ്പുറത്ത് അത് തന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് യൂട്യൂബറാണെന്ന് പറയണ്ട. അത് ആ ഒരു ഇത് മിസ്യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഇവരുടെ ഹസ്ബൻഡ് ഈ MBD ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ ഈ ഒരു ഉദ്യോഗസ്ഥൻ്റെ ആ ഒരു പൊസിഷൻ വെച്ചുകൊണ്ട് അത് മിസ്യൂസ് ചെയ്യുന്ന തരത്തിലോട്ട് ഒരു ക്ലിനിക്കിൽ കയറി ചെന്ന ആ ഒരു രീതിയിലുള്ള പെരുമാറ്റം, അതിന് കൃത്യമായിട്ടുള്ള നടപടി അയാൾക്കെതിരെ ഉണ്ടാവേണ്ടതാണ്, അല്ലേ? ഗുഡ് പ്രേയേഴ്സ്. നമ്മൾ നല്ല രീതിയിൽ നാട്ടുകാർക്ക് നല്ലത് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ബ്രാൻഡുകളല്ല. ദൈവം സഹായിച്ചിട്ട് പ്ലീസ് കീപ് us in your good thoughts and prayers because we are an ethical group. Let people like us grow in Kerala so that എത്തിക്കലായിട്ട് നമ്മുടേതായ ഇൻഡസ്ട്രീനെ കൊണ്ടു നടക്കാൻ നിങ്ങളെ പോലത്തെ ആളുകൾക്ക് ഒന്ന് സഹായിക്കാം. അനാവശ്യമായിട്ടുള്ള ഈ ഒരു ഇൻഫ്ലുവൻസേഴ്സോ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ അഗേൻസ്റ്റ് ഞാൻ തുറന്ന് സംസാരിക്കാൻ ഞാൻ റെഡിയാണ്. നമ്മുടെ കല്യാണി ചേച്ചിനെ എന്തിനാ നിങ്ങളെല്ലാവരും ഇങ്ങനെ പറയുന്നത്? പാവം കല്യാണി ചേച്ചി, എന്തിനാണോ ഇങ്ങനെ എല്ലാവരും പറയുന്നത്? ഇതൊക്കെ നിങ്ങളോടൊന്നും മിണ്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് പിണങ്ങുന്ന കുറച്ച് ടീംസ് ഉണ്ട്. എൻ്റെ പൊന്നു ടീംസേ, ഒരു ഫേമിനെ ഇത്തരത്തിൽ ഡിഫെയിം ചെയ്യുന്ന തരത്തിലോട്ട് ഇവരെ അവരുടെ ക്രെഡിബിലിറ്റിയെ തകർത്തുന്ന തരത്തിലോട്ട് ഇവർ ഇത്തരം കാര്യത്തിൽ കുറേ ഫേക്കായിട്ട് കുറേ സാധനങ്ങൾ പറഞ്ഞു വിടുമ്പോഴത്തേക്കിന് നമ്മൾ മിണ്ടാതെ നിങ്ങൾ പറഞ്ഞ പോലെ കല്യാണി ചേച്ചി സൂപ്പർ, കല്യാണി ചേച്ചി കിടിലം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാൻ പറ്റുമോ? ഇപ്പം കല്യാണി പുള്ളിക്കാരുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ അവരുടെ ഒപ്പം നമ്മൾ നിൽക്കും. എന്നാൽ ഇവിടെ ആ ഒരു ക്ലിനിക്കിൻ്റെ നിസ്സഹായ അവസ്ഥയാണ് ഇവരിപ്പോൾ ഈ പറഞ്ഞേക്കുന്ന ഓരോ നമ്മൾ കേട്ടേക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മിണ്ടാണ്ടിരിക്കാൻ പറ്റുമോ? ഇതൊക്കെ നമ്മൾ സംസാരിക്കണ്ടേ? അപ്പോൾ ഇതുപോലെ വന്നിട്ട് നമുക്ക് തോന്നുന്ന പോലെ ഒരു ഈ പറയുന്ന ക്ലിനിക്കിന് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ വെറുതെ ഡിഫെയിം ചെയ്തിട്ട് കുറേ ഫേക്കായിട്ട് കുറേ സാധനം കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിനെ എൻടോസ് ചെയ്യണം എന്നുള്ളതാണ് ഈ കല്യാണി ചേച്ചി ഉയർന്നു പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ പറയുന്നത്. നിങ്ങളൊരാളെ ആരാധിച്ചോളൂ, പക്ഷെ അന്ധഫാനായിട്ട് കണ്ണടച്ചിരുട്ടാക്കരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ. എന്താണെങ്കിലും ഇത്രയെങ്കിലും കേട്ടിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യം മനസ്സിലായി കാണുമെന്ന് വരിക്കുന്നു. എന്നിട്ടും മനസ്സിലാത്ത ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് കൂടുതലൊന്നും പറയില്ല. എന്താണെങ്കിലും ഒരു ലീഗലി കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടല്ലോ, അതിൻ്റെ ഇത് കോർട്ട് ഓർഡർ കോർട്ടിൽ നിന്നുള്ള വിധിയും കാര്യങ്ങളൊക്കെ വരട്ടെ. അതിന് വരാൻ ഒത്തിരി സമയം എടുക്കും, എന്തായാലും വരട്ടെ എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. ഇനി ഇതിൽ കൂടുതൽ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. ഈ കല്യാണിയുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു വീഡിയോ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളത് റിയാക്ട് ചെയ്യുന്നതായിരിക്കും സുഹൃത്തുക്കളെ. എന്താണെങ്കിലും ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി, ബൈ.